എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മാത്സ് ഒരു ടോപ്പിക് വൈസ് ആയിട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും അതിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ മാത്സ് ടോപ്പിക് വൈസ് ആയിട്ട് ഓരോരോ ടോപ്പിക് വെച്ചിട്ട് എടുത്തു പോകുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ ക്ലാസ് എന്ന് പറയുന്നത് LCM ആണ്, ലസാഗു. അപ്പോൾ ഇതിലുള്ള കുറേ ചോദ്യങ്ങൾ നോക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ ഫസ്റ്റ് കമൻ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഒരു ലിങ്ക്, ഒരു എക്സാമിൻ്റെ ഒരു ലിങ്കും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾ അതിലുള്ള പ്രോബ്ലംസും കൂടി ഒന്ന് ചെയ്ത് നോക്കി കഴിയുമ്പോൾ നിങ്ങൾ ഉഷാറാവും ഈ ടോപ്പിക്കിൽ. നിങ്ങൾ അത് പിന്നെ മറക്കില്ല. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, 2, 3, 4 സംഖ്യകളുടെ ലസാഗു എത്ര? 2, 3, 4 എന്നീ സംഖ്യകളുടെ ലസാഗു എത്ര എന്നാണ് ചോദിച്ചേക്കണേ. ഡയറക്റ്റായിട്ട് ചോദ്യമാണ്, LGS ലെവലിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്കറിയാം എങ്ങനെ ലസാഗു കാണേണ്ടത് എങ്ങനെയാണ്. നമ്മൾ 2, 3, 4 നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് എഴുതി പഠിക്കുന്നതാണിത്. 2, 3, 4. അപ്പോൾ ഇനി എന്ത് ചെയ്യും, ഇതിലേതിനാണ് കോമൺ ആയിട്ടുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഹരിക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ഇപ്പോൾ 2 കൊണ്ട് ചെയ്തുകൂടെ? 2ഉം 4ഉം ഉണ്ട് ഇവിടെ. അപ്പോൾ 2 കൊണ്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ 2 കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 2ൽ എത്ര 2 പോവുക? ഒരു 2 പോവുക. 3ൽ 2 കൊണ്ട് പോവോ? 3നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ 3 അതേപോലെ എടുത്തെഴുതാം. ഇനി 4നെ 2 കൊണ്ട് ഹരിക്കാമല്ലോ. എത്ര കിട്ടുക? 2 കിട്ടുക. ഇനി എന്ത് ചെയ്യാം, ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഒന്നാക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടിയും ചെയ്യാം. എന്ത്, ഇനിയിപ്പോൾ ഇതിൽ 2നെ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1ൽ 2 ഇല്ലാത്തതുകൊണ്ട് അത് അതേപോലെ എഴുതി, 3ൽ 2 ഇല്ലാത്തതുകൊണ്ട് അതേപോലെ എഴുതി. ഇനി 2ൽ 2 ഉണ്ട്, എത്രയാ? ഒരു 2 ഉള്ളത്, അത് അതേപോലെ എഴുതി. ഇനി എന്താ, 3 കൊണ്ട് ചെയ്യാം. അപ്പോൾ 1, ഈ 3 1 ഇതും 1. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ നോർമലി ചെയ്യേണ്ടത്. നോർമലി ലസാഗു കാണാൻ പറഞ്ഞാൽ ഇത്രയും കണ്ടതിന് ശേഷം 2 ഗുണിക്കണം 2 ഗുണിക്കണം 3 ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. പക്ഷേ ഒരു മത്സര പരീക്ഷയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഒരിക്കലും ഇത്രയും സ്റ്റെപ്പുകൾ പോകാൻ പാടില്ല. നമ്മളെവിടെ എത്തി? 2, 3, 4 സംഖ്യകളുടെ ലസാഗു കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 2 കൊണ്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ 1 കിട്ടി, ഇവിടെ 3 കിട്ടി, ഇവിടെ 2 കിട്ടി. ഇത് നമുക്ക് മനസ്സിലായല്ലോ. ഇനി എന്ത് ചെയ്യാൻ പാടില്ല, ഇനി ഈ 3നെ ഒന്നും എന്താക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 1 ആക്കാനോ 2 ആക്കാനോ ഒന്നും നിൽക്കണ്ട, 1 ആക്കാനോ നിൽക്കണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നേരെ ഇത് ഇങ്ങനെ അങ്ങോട്ട് ഗുണിക്കും, ഈ L ഷേപ്പിൽ അങ്ങോട്ട് ഗുണിക്കും. ഇപ്പോൾ 2 ഉണ്ട്, ഗുണിക്കണം, ഈ 1നെ ഗുണിക്കണ്ടല്ലോ, 1നെ ഗുണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 3 ഗുണിക്കണം 2, അങ്ങനെയാണ് നേരിട്ട് ഗുണിക്കുക. അതായത് 2 ഗുണിക്കണം 3 ഗുണിക്കണം 2. അപ്പോൾ എത്ര? 2 ഗുണിക്കണം 3 6, 6 ഗുണിക്കണം 2 12. അപ്പോൾ നമ്മുടെ LCM എന്ന് പറയുന്നത്, ലസാഗു എന്ന് പറയുന്നത് എത്രയാണ്? ഇതിൻ്റെ 12 ഇത് മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, 5, 10, 12 എന്നീ സംഖ്യകളുടെ ലസാഗു എത്ര എന്നാണ് ചോദിച്ചേക്കണേ. ചെയ്യാലോ. ഇപ്പോൾ നമ്മൾ പഠിച്ചതാണല്ലോ. എങ്ങനെയാണ്? 5, 10, 12. നമ്മൾ ആദ്യം ഏറ്റവും ചെറിയ സംഖ്യ കൊണ്ട് ചെയ്ത് ശീലിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത്, 2 കൊണ്ട് ചെയ്യാം. 10ഉം 12ഉം ഇരട്ട സംഖ്യയാണ്, അപ്പോൾ 2 കൊണ്ട് പോവും. അപ്പോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5 അതേപോലെ എഴുതണം. എന്താ, 5നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം, 5 അതേപോലെ എഴുതണം. 10നെ 2 കൊണ്ട് ഹരിക്കാലോ. അപ്പോൾ നമുക്ക് എത്ര എഴുതാം? 5 എന്ന് എഴുതാം. 12നെ 2 കൊണ്ട് ഹരിക്കാലോ. എത്ര എഴുതാം? 12നെ 2 കൊണ്ട് ഹരിച്ചാൽ 6 എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇനി നമുക്ക് 6നെ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും സംഖ്യ ഉണ്ടോ? 5ന് ചെയ്യാനോ? ഇവിടെ 2 5 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ചെയ്യാം? 5 കൊണ്ട് ചെയ്യാലോ. 5 കൊണ്ട് ചെയ്യാണ് നമ്മൾ. എന്താ, 5 കൊണ്ട് ചെയ്തപ്പോൾ 1 1 6. ഇനി നമ്മൾ ചെയ്യണോ? ഇനി 6നെ വെറുതെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് നേരെ ഗുണിക്കണം അല്ലേ, L ഷേപ്പിൽ ഗുണിക്കണം. ഏതൊക്കെയാ? 2 ഗുണിക്കണം 5 ഗുണിക്കണം 6. എത്രയാണ്? 6 5 30, 30 × 2 60. ഓക്കെ ആണല്ലോ. അപ്പോൾ 5, 10, 12 എന്നീ സംഖ്യകളുടെ ലസാഗു എത്രയാണ്? 60. ഈ ലസാഗു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഈ 60നെ നമുക്ക് 5 കൊണ്ടും, അതുപോലെ 60നെ 10 കൊണ്ടും, അതുപോലെ 60നെ 12 കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റും? ഹരിക്കാൻ പറ്റും. ശിഷ്ടം വരാത്ത രീതിയിൽ ഹരിക്കാൻ പറ്റും. 60നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 60നെ 5 കൊണ്ട് ഹരിച്ചാൽ 12 അല്ലേ. 60നെ 10 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 6 അല്ലേ. 60നെ 12 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 5 അല്ലേ. അപ്പോൾ മനസ്സിലായില്ലേ, ശിഷ്ടം വരാതെ ഹരിക്കാൻ പറ്റും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. എന്നാൽ അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. 36, 60, 90 എന്നീ സംഖ്യകളുടെ ലസാഗു എത്ര ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്യാലോ. 36, 60, 90 ഇത് കുറച്ച് വലിയ സംഖ്യകളാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കുമ്പോൾ 2 കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ എത്ര കൊണ്ട് ചെയ്യാം? 2 കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ എത്ര കൊണ്ട് ചെയ്യാം? 3 കൊണ്ട് ചെയ്തുകൂടെ? ഇതിനൊക്കെ 3 കൊണ്ട് ചെയ്തുകൂടെ? നോക്ക്, 3 കൊണ്ട് ചെയ്യാം.
അല്ലേ? പറ്റില്ലേ? അല്ലെങ്കിൽ 6 കൊണ്ട് ചെയ്തുകൂടെ? 6 കൊണ്ട് ചെയ്തുകൂടെ? 6 കൊണ്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ 6 കൊണ്ട് ചെയ്യാൻ പറ്റും. 3നെ 6 കൊണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ എടുത്ത് ചെയ്തു നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ആദ്യം സാധാരണ പോലെ 2 കൊണ്ട് ചെയ്തിട്ടാണ് ഞാൻ കാണിക്കുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വലിയ സംഖ്യ കൊണ്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, എത്ര കൊണ്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നത്? 2 കൊണ്ട്, ഏറ്റവും ചെറിയ സംഖ്യ കൊണ്ടാണ് ചെയ്തു തുടങ്ങുക. സ്കൂളിൽ വരെ പഠിച്ചത് അങ്ങനെ ആയിരിക്കും. അപ്പോൾ 36നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 18 അല്ലേ? 36ൻ്റെ പകുതി 18, 60ൻ്റെ പകുതി എത്ര? 30 ആണ്. 90ൻ്റെ പകുതി 45 ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ, 3 കൊണ്ട് ചെയ്തുകൂടെ? എല്ലാത്തിനെയും 3 ഉണ്ടല്ലോ. അപ്പോൾ 3 കൊണ്ട് ചെയ്ത് നോക്കാം. 3 കൊണ്ട് ചെയ്താൽ 3 6 18, 3 × 10 ആണ് എന്ത്? 30. അപ്പോൾ ഇനി 3 × 15 ആണ് എന്ത്? 45. അതും കിട്ടിയല്ലോ. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുകിൽ 3 കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ 5 കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ 2 കൊണ്ട് ചെയ്യാം. ഏതുകൊണ്ടാണ് ചെയ്യേണ്ടത്? 2 കൊണ്ട് ചെയ്യാം അല്ലേ? 2 കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3, ഇനി ഇവിടെ എത്രയായി? 5 15. ഇനി എന്തുകൊണ്ട് നമ്മൾ ചെയ്യുക? 3 കൊണ്ട് ചെയ്യാം അല്ലേ? 3 കൊണ്ട് ചെയ്താൽ 1, 5ന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് 5 അതേമാതിരി എഴുതി. 15ന് ചെയ്താൽ എത്ര കിട്ടുക? 5 കിട്ടി. 2 എണ്ണം ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു തവണ കൂടി ചെയ്യണം. ഇവിടെ നിർത്താൻ പാടില്ല അല്ലേ? 5 കൊണ്ട് ചെയ്യണം. 1 1 1. ഇപ്പം എത്ര നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്? 2 ഗുണിക്കണം 3 ഗുണിക്കണം 2 ഗുണിക്കണം 3 ഗുണിക്കണം 5. ഏതാ സംഖ്യകൾ? 2 ഗുണിക്കണം 3 ഗുണിക്കണം 2 ഗുണിക്കണം 3 ഗുണിക്കണം 5. കറക്റ്റ് അല്ലേ? 2 × 3 5. അപ്പോൾ ഇനി അടുത്തൊരു കാര്യം, നമ്മുടെ ഗുണനം സ്പീഡാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം. നിങ്ങൾക്കറിയാം 2ഉം 5ഉം ഗുണിച്ചാൽ 10 ആണ്. ഇത് ഗുണിക്കാനേ ഉള്ളൂ. LCM കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇത് നേരിട്ട് അങ്ങോട്ട് ഗുണിച്ചാൽ മതി. പക്ഷെ ഞാൻ പറയുന്നേക്ക് ഇത് പെട്ടെന്ന് ഗുണിക്കാൻ വേണ്ടിയിട്ട് അറിയാം. 2 ഗുണിക്കണം 5 10 ആണ്. നമ്മൾ എപ്പോഴും ഗുണിക്കാൻ, ഇതേമാതിരി കുറേ സംഖ്യകൾ ഗുണിക്കാനുണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? 10 100 അങ്ങനത്തെ സംഖ്യകൾ ആദ്യം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കണം. കാരണം അതുകൊണ്ട് ഗുണിക്കാകുമ്പോൾ എന്ത് ചെയ്താൽ മതി? 0 ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് 2 ഗുണിക്കണം 5 10 ആണല്ലോ. അപ്പോൾ ഇനി ബാക്കിയുള്ളത് മാത്രമാണ് ഞാൻ ഗുണിക്കുന്നത്. 3 ഗുണിക്കണം 3 എത്രയാ? 9. 9 ഗുണിക്കണം 2 18. ഇനി എന്ത് ചെയ്യും? 2 ഗുണിക്കണം 5 എത്രയാ? 10. അപ്പോൾ 180 ആയിരിക്കും ഇതെല്ലാം കൂടി ഗുണിച്ചാൽ കിട്ടുക. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ അങ്ങനെ ഗുണിച്ച് ശീലിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ LCM എന്ന് പറയുന്നത് എത്രയാ? 180 ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും സ്റ്റെപ്പുകൾ എഴുതാതെ നമുക്ക് നേരിട്ട് അറിയാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ 36 60 90 ഇത് 3ലും എന്തിനു വേണം? 3ലും പോകണം. 3ലും പോകുന്ന സംഖ്യ ഏതാ ഉള്ളത്? 6 3 പോവില്ലേ? 6 6 36, 10 6 എന്ത്? 60, 15 6 എന്ത്? 90. ഒറ്റയടിക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം. പക്ഷെ എന്ത് ചെയ്യണം? 3 ചെയ്യാൻ പറ്റുന്ന സംഖ്യ ആയിരിക്കണം. ഇനി നോക്ക്, ഇനി ഇത് എന്ത് ചെയ്യാം? ഇനി നമുക്കിത് 3 കൊണ്ട് ചെയ്യാം, അല്ലെ 2 കൊണ്ട് ചെയ്യാം. 2 കൊണ്ട് ചെയ്യാം. 3 ഇവിടെ എത്ര വരിക? 5. ഇവിടെ എത്ര വരിക? 15. അതേപോലെ എഴുതണം. കാരണം 15ന് 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഇനി എന്ത് ചെയ്യാം? 3 കൊണ്ട് ചെയ്യാം. 3 കൊണ്ട് ചെയ്താൽ ഒരു 3, ഈ 5 അതേപോലെ എഴുതണം. കാരണം എന്താ? 3 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി ഇവിടെ എന്ത് വരിക? 5 വരിക. 15നെ 3 കൊണ്ട് ഹരിച്ചാൽ 5 വരിക. ഇനി എന്താ? ഇനി വീണ്ടും 5 കൊണ്ട് ചെയ്യണം. കാരണം ഇവിടെ 2 5 ഉണ്ട്. ഒരു 5 ഉള്ളൂ വെച്ചാൽ ചെയ്യണ്ട. പക്ഷെ 2 5 ഉള്ളതുകൊണ്ട് ഇനിയും ചെയ്യണം. 5 കൊണ്ട് ചെയ്താൽ 1 1 1. അപ്പോൾ നമ്മൾ എന്താ ഇനി കണ്ടേ? 6 ഗുണിക്കണം 2 ഗുണിക്കണം 3 ഗുണിക്കണം 5. എന്തായിരുന്നു? 6 ഗുണിക്കണം 2 ഗുണിക്കണം 3 ഗുണിക്കണം 5. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും? ഞാൻ അങ്ങനെ ഗുണിക്കാനാണ് പറഞ്ഞത്. ഇത് മൊത്തം ഗുണിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക? നേരെ ഈ 2നെ 5നെയും ഗുണിച്ച് 10 ആക്കി വയ്ക്കുക. എന്നിട്ട് ബാക്കിയുള്ള സംഖ്യകൾ ഗുണിക്കുക. അപ്പോൾ 6 ഗുണിക്കണം 3 18, പിന്നെ ആ 10ൻ്റെ ഒരു 0 180. അങ്ങനെ ഗുണിച്ച് ശീലിച്ചാൽ കുറച്ചുകൂടി വേഗതയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ടൈപ്പ് 2 4 8 32 എന്നീ സംഖ്യകളുടെ ലസാഗു എത്ര? നമ്മൾ സാധാരണമായി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? 4 8 32 എഴുതും. ഇനി നമ്മൾ എന്ത് ചെയ്യും? 2 കൊണ്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ പഠിച്ച രീതിയാണെന്നുണ്ടെങ്കിൽ 4 കൊണ്ട് വേണമെങ്കിലും ചെയ്യാം. എല്ലാത്തിലെയും 4 പോവില്ലേ? അപ്പോൾ 4 കൊണ്ട് ചെയ്താൽ എത്ര? 4 കൊണ്ട് ചെയ്ത് 1 4 4. ഇവിടെ 2 വരും. 8/4 2. 32/4 എത്രയാ? 8 അല്ലേ? 4 32. ഇനി എന്ത് ചെയ്യാം? 2 കൊണ്ട് ചെയ്യാം അല്ലേ? 1 1. ഇനി എത്ര ഇവിടെ? 4. ഇനി ചെയ്യണോ? ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 4 ഗുണിക്കണം 2 ഗുണിക്കണം 4, 4 2 8, 32 നമ്മുടെ LCM. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇതെങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇനി അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം എന്നാണ് പറയുന്നത്. 4 8 32 സംഖ്യകൾ ഏതൊക്കെയാണ്?
4 8 32. അപ്പോൾ അതിൽ നോക്കിക്കേ ഈ ഏറ്റവും വലിയ സംഖ്യ എടുക്കുക. നമുക്ക് തന്നിരിക്കുന്നതിൽ ഏറ്റവും വലിയ സംഖ്യ എടുക്കുക. ഏറ്റവും വലിയ സംഖ്യ ഏതാ? 32 അല്ലേ? ഏറ്റവും വലിയ സംഖ്യ ഏതാ? 32 അല്ലേ? 4 8 32 വലിയ സംഖ്യ ഏതാ? 32 അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ നോക്കുക. മറ്റേ രണ്ട് സംഖ്യകൾ, അതായത് അതല്ലാത്ത മറ്റ് രണ്ട് സംഖ്യകൾ കൊണ്ട് 32നെ നിശേഷം ഹരിക്കാൻ പറ്റുമോ നോക്കുക. അപ്പം എന്താണ്? അങ്ങനെ പറ്റുമെങ്കിൽ എന്താണ്? അതായിരിക്കും അതിൻ്റെ LCM. അതായിരിക്കും ആ മൂന്ന് സംഖ്യകളുടെ LCM എന്ന് പറയുന്നത്. നോക്ക്, 32 നമ്മൾ വലിയ സംഖ്യ എടുത്തു. ഇനി അതിൻ്റെ ചെറിയ സംഖ്യ ഏതാ? 8. 32നെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അതിന് ശേഷം എന്താ? 8 4 32. അപ്പം അത് പറ്റും. ഇനി നോക്ക്, 4 അതെന്താ? പറ്റും. എന്താ? 4 ഗുണിക്കണ 8 ആണ് 32. അപ്പം അതും പറ്റും. അപ്പം എന്താണ് ഇതിൻ്റെ LCM എന്ന് പറയുന്നത്? 32 ആണ്. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്ക്. 5 10 20. 5 10 20 ഈ സംഖ്യകൾ നോക്ക്. ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാ? 20 അല്ലേ? നമ്മൾ LCM ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതാണോ LCM എന്ന് ചെക്ക് ചെയ്യണം ആദ്യം, സിമ്പിളായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ. 20 അല്ലേ? നോക്കി, ഇനി അതിൻ്റെ ചെറിയ രണ്ട് സംഖ്യകൾ ഏതൊക്കെയാണ് നോക്ക്. 10 5. ഏറ്റവും വലിയ സംഖ്യ 20 ആണ്. ചെറിയ സംഖ്യകൾ 10ഉം 5ഉം. 20നെ 10 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? നിശേഷം ഹരിക്കാൻ പറ്റുമോ? പറ്റും അല്ലേ? 10 ഗുണിക്കണം 2 ആണ് എന്ത്? 20. അപ്പം അത് പറ്റും. 5നെ കൊണ്ട് പറ്റുമോ? 20നെ 20 ഹരിക്കണം 5 എത്ര? 4 അല്ലേ? ശിഷ്ടം വരുമോ? ഇല്ല. അപ്പം എന്താണ്? 20നെ 5 കൊണ്ടും നിശേഷം ഹരിക്കാം. അപ്പം നമ്മുടെ LCM എത്രയായിരിക്കും? 20 ആയിരിക്കും. സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോ. 5 10 20 ചെയ്തു നോക്കിയാൽ എത്ര? 5 കൊണ്ട് ചെയ്യാം അല്ലേ? 5 കൊണ്ട് ചെയ്താൽ 1. ഇനി ഇവിടെ എത്രയാ? 2. ഇവിടെ എത്രയാ? 4. ഇനി എന്ത് ചെയ്യാം? 2 കൊണ്ട് ചെയ്യാം അല്ലേ? 2 കൊണ്ട് ചെയ്താൽ 2 കൊണ്ട് ചെയ്താൽ ഇവിടെ 1 വന്നു. ഇവിടെ 1 വരും. ഇവിടെ എത്ര? 2 വരും. ഇനി ചെയ്യണോ? വേണ്ട. എന്താ? 5 ഗുണിക്കണം 2 ഗുണിക്കണം 2 എത്രയാണ് കിട്ടുന്നത്? 20. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ചെയ്യാൻ പറഞ്ഞ എന്താ? കൂട്ടത്തിൽ 5 10 20 ആണെങ്കിൽ കൂട്ടത്തിൽ വലിയ സംഖ്യ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ചെറിയ രണ്ട് സംഖ്യകൾ ആ വലിയ സംഖ്യനെ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ആ വലിയ സംഖ്യയെ ചെറിയ രണ്ട് സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. പറ്റുമെങ്കിൽ ആ വലിയ സംഖ്യ ആയിരിക്കും എന്ത്? LCM എന്ന് പറയുന്നത്, ലസാഗു എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് വേറൊരു ടൈപ്പിലുള്ള ചോദ്യങ്ങളാണ്. 12 15 20 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? എന്നീ സംഖ്യകൾ കൊണ്ട്, ഇതിലുള്ള വാക്ക് ശ്രദ്ധിക്കേണ്ടത്, എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? LCM ആണ് എന്ന് മനസ്സിലാക്കുക. 12 15 20 എന്നീ സംഖ്യകൾ കൊണ്ട് കീവേഡ് ശ്രദ്ധിക്കണം. എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? LCM ആണ് കാണേണ്ടത് എന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ ആണല്ലോ? അപ്പം ഇനി പറ, 12 15 20 ഇതിൻ്റെ LCM കാണണമല്ലോ. വലിയ സംഖ്യ എടുത്തിട്ട് അതിൻ്റെതാണോ എന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. വലിയ സംഖ്യയാണോ LCM എന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. 20 എടുത്തു. 20നെ 15 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതെന്താണ്? ആ മെത്തേഡിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ചെയ്യാൻ പോവാ സാധാരണ ചെയ്യുന്നവർ ചെയ്താൽ മതി. സമയം എടുത്ത് ചെയ്തോ. അപ്പോൾ ഇനി ഇതിനെ എത്ര കൊണ്ട് ചെയ്യാം? ആദ്യം നമുക്ക് 2 കൊണ്ട് ചെയ്യാം അല്ലേ? 2 കൊണ്ട് ചെയ്താൽ ഇവിടെ 6 ഉണ്ട്. ഇവിടെ 15നെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതേപോലെ ഇറക്കി എഴുതി. 20നെ ചെയ്താൽ എത്രയാ? 10 അല്ലേ? ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു തവണ കൂടി 2 കൊണ്ട് ചെയ്യാലോ. 2 കൊണ്ട് ചെയ്താൽ ഇവിടെ എത്രയായി? 3 ആയി. ഇവിടെ എത്രയാണ്? 15 തന്നെ ചെയ്യണ്ട അല്ലേ? ഇനി എന്താ? ഇവിടെ 5. ഓക്കെ ആണല്ലോ? ഇനി നോക്കി, ഇനി 5 കൊണ്ട് ചെയ്തൂടെ? അല്ലെ 3 കൊണ്ട് ചെയ്തൂടെ? 3 കൊണ്ട് ചെയ്യാം. 3 കൊണ്ട് ചെയ്താൽ 1. ഇവിടെ എത്രയാ? 5. ഇവിടെ 5. ഇനി എന്താ? 5 കൊണ്ട് ചെയ്യാം. 5 കൊണ്ട് ചെയ്താൽ എത്രയാ? 1 1 1. അപ്പോൾ ഇനി എത്ര നമ്മുടെ ഉത്തരം? 2 ഗുണിക്കണം 3 ഗുണിക്കണം 5 അല്ലേ? 2 ഗുണിക്കണം 3 ഗുണിക്കണം 5. ഈ 1നെ ഒന്നും ഗുണിക്കണ്ട. ഗുണിച്ചാലും 1 തന്നെയല്ലേ കിട്ടുക. അപ്പോൾ എന്താണ്? ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് പെട്ടെന്ന് ഗുണിക്കാൻ എന്ത് ചെയ്യണം? 2നെ ആദ്യം 5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്ര? 10 കിട്ടി. അതവിടെ നിൽക്കട്ടെ. ഇനി എന്ത് ചെയ്യും? 2 ഗുണിക്കണം 3 ചെയ്യുക. ബാക്കിയുള്ള ഗുണിക്കുക. 2 3 ഗുണിച്ചാൽ 6. 6ഉം
ഒരു 0 അല്ലേ 60. അതായത് അങ്ങനെ പെട്ടെന്ന് ഗുണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്താൽ മതി, 2 ഗുണിക്കണം 2 4, 4 ഗുണിക്കണം 3 12, 12 ഗുണിക്കണം 5 60, അങ്ങനെ ചെയ്താലും മതി. പക്ഷേ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്താ പറയുന്നത്, എപ്പോഴും 10 100 അങ്ങനത്തെ സംഖ്യകളിലേക്ക് നമ്മുടെ ഗുണിതങ്ങളെ മാറ്റാൻ ശ്രമിക്കണം. അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ഒന്ന് മനസ്സിലാക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉത്തരം? എന്താണ്? LCM കണ്ടു 60 അത് തന്നെയാണ് ഇതിൻ്റെ ഉത്തരം. നോക്ക്, 12 15 20 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അത് നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ, 60നെ 12 കൊണ്ട് ഹരിക്കാൻ പറ്റണം, 60നെ 15 കൊണ്ട് ഹരിക്കാൻ പറ്റണം, 60നെ 20 കൊണ്ട് ഹരിക്കാൻ പറ്റണം, എങ്കിലാണ് അത് LCM ആവുക അല്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഏതാണ് നമ്മുടെ ഉത്തരം? എന്താണ്? 60 ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. 6 8 15 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ചോദ്യം എന്താണ്? 6 8 15 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? എന്ത് ചെയ്യണം? LCM കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. എഴുതിക്കോ, 6 8 15. ഇത് കാണുമ്പോൾ തന്നെ അറിയാം വലിയ സംഖ്യ 15, ചെറുത് 8 6 ആണ്. അതുകൊണ്ട് 15നെ ഹരിക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം അല്ലേ? അപ്പം എന്തായാലും 15 അല്ല LCM. അപ്പം നമ്മൾ ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മൾ 2 കൊണ്ട് ചെയ്തു, 3 4 15. അറിയാലോ, ഇത് എഴുതാൻ അറിയാലോ ഇപ്പോൾ. ഓക്കെ, ഇനി ഏതുകൊണ്ട് ചെയ്യാം? 3 കൊണ്ട് ചെയ്യാം അല്ലേ? 3 കൊണ്ട് ചെയ്താൽ 1 4, ഇവിടെ എത്ര വരിക? 5. 4 എന്താ അതേപോലെ എഴുതിയത്? 4ന് 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, അപ്പം അത് അതേപോലെ എഴുതണം. 15നെ 3 കൊണ്ട് ഹരിച്ചാൽ 5 കിട്ടി. ഇനി ചെയ്യണ്ട അല്ലേ? 5ഉം 4ഉം ഹരിക്കാൻ പറ്റില്ല. 5നെ 4 കൊണ്ട് ഹരിക്കാനോ 4നെ 5 കൊണ്ട് ഹരിക്കാനോ പറ്റില്ല. അപ്പം ഇനി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനി ബാക്കി ചെയ്ത് സമയം കളയണ്ട, നേരെ ഗുണിക്കുക. എങ്ങനെയാ? 2 ഗുണിക്കണം 3 ഗുണിക്കണം 4 ഗുണിക്കണം 5. എങ്ങനെ ഗുണിക്കുക? നമ്മൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? 5നെയും 2നെയും ആദ്യം ഗുണിച്ച് വയ്ക്കുക. എത്രയാ? 10 ഇനി 3 ഗുണിക്കണം 4 12. ഈ ഒരു 10 കൊണ്ട് കൂടി ഗുണിച്ചാൽ 120. നമ്മുടെ LCM എത്രയാണ്? 120. ആ LCM തന്നെയാണ് എന്ത്? 6 8 15 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത്. ആ LCM തന്നെയാണ് എന്ത്? 6 8 15 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത്. ഉത്തരം എത്രയാണ്? 120 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇത് നല്ലൊരു ചോദ്യമാണ്. 10 15 25 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന, അത്രയൊക്കെയാണ്, ഏറ്റവും ചെറിയ, അതും സെയിം ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ 4 അക്ക സംഖ്യ ഏത്? ചോദ്യത്തിലൊരു വ്യത്യാസം വന്നു അല്ലേ? എന്താണ്? 10 15 25 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏത്? ചോദ്യം ചെറുതായിട്ടൊന്ന് മാറിയല്ലോ. LCM കണ്ട് നിർത്തിയാൽ മതിയോ? പോരാ. ഓക്കെ ആണല്ലോ. നമുക്ക് ചെയ്തു നോക്കാം. എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അറിയണ ഒരു പരിപാടി ഉണ്ട്. എന്ത്? LCM നമ്മൾ കാണും. 10 15 25. ഇതിൻ്റെ LCM നമുക്ക് കാണാൻ അറിയാലോ. 10ഉം 15 25 ആണെങ്കിൽ LCM എങ്ങനെ കാണുക? ഇതെല്ലാം 5 കൊണ്ട് പോകുന്ന സംഖ്യകളാണെന്ന് മനസ്സിലായി. നമ്മൾ എന്ത് ചെയ്യുന്നു? 5 കൊണ്ട് ചെയ്ത് നോക്കുന്നു അല്ലേ? 5 കൊണ്ട് ചെയ്ത് നോക്കുകയാണല്ലോ. അപ്പോൾ ഇവിടെ എത്ര? 2 വന്നു, ഇവിടെ 3 വന്നു, ഇവിടെ എത്രയാണ് വന്നത്? 5 ആണ് വന്നത്. ഇനി ചെയ്യണോ? 2ഉം 3ഉം 5 ആണുള്ളത്. 2ഉം 3ഉം 5ഉം തമ്മിൽ ചെയ്യാൻ പറ്റുമോ? ഇതിൽ ഏതെങ്കിലും 2 എണ്ണെങ്കിലും ചെയ്യാൻ പറ്റുമോ? 2 എന്താണ്? ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? ഇതൊക്കെ പ്രൈം നമ്പർ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണ്ട? ഫാക്ടറൈസ് ചെയ്യണ്ട, ഘടകങ്ങളാക്കാൻ പറ്റൂല. അപ്പം എന്ത് ചെയ്യണ്ട? ഇനി വേറൊരു സംഖ്യ കൊണ്ട് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉത്തരം എന്താണ്? 5 ഗുണിക്കണം 2 ഗുണിക്കണം 3 ഗുണിക്കണം 5. എന്താണ്? LCM എത്രയാണ്? 5 ഗുണിക്കണം 2 ഗുണിക്കണം 3 ഗുണിക്കണം 5. അത് എത്രയാ? 5 ഗുണിക്കണം 2 10, 3 ഗുണിക്കണം 5 15, 15ഉം 10ഉം 150, 15 ഗുണിക്കണം 10 150. LCM എത്രയാ? 150. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? LCM കണ്ടുപിടിക്കും. ഓക്കെ ആണല്ലോ. അതിന് ശേഷം എന്താ ചോദ്യത്തിൽ പറഞ്ഞേക്കണേ? ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏത്? 4 അക്കം. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏതാ? നിങ്ങൾക്ക് അറിയുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏതാ? അതന്നെ പറയ്. എത്രയാ? 1000 അല്ലേ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ? 1 2 3 4 4 അക്കങ്ങളില്ലേ? 1000 അല്ലേ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ?
1000 അല്ലേ? അപ്പോൾ ഇനി നോക്ക് ഇനി എന്ത് ചെയ്യണം എന്നറിയോ? നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ LCM നമുക്ക് കിട്ടിയല്ലോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ 4 അക്ക സംഖ്യ, നമുക്ക് അറിയുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏതാ? അതല്ല ഉത്തരം. പക്ഷെ എന്ത് ചെയ്യുന്നു? നമ്മൾ ആ സംഖ്യയെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ LCM കൊണ്ട് ഹരിക്കുകയാണ്. ഓക്കെ, LCM ആയ 150 കൊണ്ട് ഹരിക്കുകയാണ്. വെട്ടിച്ചെറുതാക്കാൻ നിൽക്കരുത്, ശിഷ്ടം വേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഹരിക്കുമ്പോൾ എന്ത് ചെയ്യും? 1000നെ 150 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 150 ഗുണിക്കണം എന്ത്? 6 എത്രയാ? 0, 6 5 30, ശിഷ്ടം 3 എത്രയാ? 900 ആണ്. അത്രേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ്? 150 ഹരിക്കണം 1000 ഹരിക്കണം 150 ചെയ്യാൻ നോക്കിയിട്ട് ആദ്യം എന്ത് ചെയ്യും? 6 കൊണ്ട് ചെയ്യാം. അതെത്രയാ? 900 ആണ്. ശിഷ്ടം എത്രയാണ് വരുന്നത്? 100 ആണ്. നമുക്ക് ശിഷ്ടം എത്രയാണ് വരുന്നത്? 100 ആണ്. അവിടെ വരെ എത്തിയല്ലോ. നമ്മൾ എന്ത് ചെയ്തു? 150 LCM കിട്ടിയ 150 എന്ത് ചെയ്തു? നമ്മുടെ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ, നമുക്കറിയുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏതാ? അത് 1000 ആണ്. ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏതാ? അത് 100 ആണ്. ഏറ്റവും ചെറിയ 2 അക്ക സംഖ്യ ഏതാ? അത് 10 ആണ്. മനസ്സിലായില്ലേ? ഏറ്റവും ചെറിയ 10 അക്ക സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1000 അങ്ങനെയുള്ള ഒരു സംഖ്യ ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇനി പറയാം, എന്ത് ചെയ്തു? നമുക്ക് ശിഷ്ടം നമ്മൾ കണ്ടുപിടിച്ചു. എന്തിൻ്റെ? 1000നെ 150 കൊണ്ട് ഹരിച്ചിട്ട് ശിഷ്ടം നമ്മൾ കണ്ടുപിടിച്ചല്ലോ. ശിഷ്ടം എത്രയാ? 100. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയോ? നമ്മുടെ LCM ഉണ്ടല്ലോ, എത്ര LCM? 150 അല്ലേ? LCM 150 അല്ലേ? ആ LCMൽ നിന്ന് നമ്മുടെ ശിഷ്ടം കുറയ്ക്കുക. എന്താ ചെയ്തത്? LCM നിന്ന് ശിഷ്ടം കുറയ്ക്കുക. LCM നിന്ന് ശിഷ്ടം കുറച്ചാൽ എത്ര കിട്ടുന്നേ? 50 അല്ലേ? എന്താ ചെയ്തത്? ആദ്യം നമ്മൾ 1000നെ നമുക്കറിയുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയെ LCM കൊണ്ട് ഹരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ശിഷ്ടം കിട്ടിയപ്പോൾ ഒരു ശിഷ്ടം കിട്ടി. ആ ശിഷ്ടത്തിന് എന്ത് ചെയ്തു? നമ്മൾ LCM നിന്ന് കുറച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 50 എന്ന സംഖ്യ കിട്ടി. അതെന്ത് ചെയ്താൽ മതി? നമ്മുടെ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയുമായിട്ട് കൂട്ടിയാൽ മതി. നമ്മുടെ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏതാ? 1000. നമ്മളിവിടെ ഹരിക്കാൻ ഉപയോഗിച്ച സംഖ്യ, 1000 നമ്മളിവിടെ ഹരിക്കാൻ ഉപയോഗിച്ച സംഖ്യയല്ലേ? അതുമായിട്ട് ആ വ്യത്യാസത്തെ കൂട്ടുക. എത്ര കിട്ടുക? 1050. ഓക്കെ ആണല്ലോ? അതായിരിക്കും നമ്മുടെ ഉത്തരം. ഓക്കെ, ഒരു തവണ കൂടി പറയാം. നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു തവണ കൂടി പറയാം. നമ്മൾ ആദ്യം LCM കണ്ടു. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? LCM കണ്ടു. ചോദ്യം എന്തായിരുന്നു? 10, 15, 25 എന്ന സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏത്? ശ്രദ്ധിച്ചിരുന്നോ? കാരണം ഇതിൻ്റെ വേറെ ടൈപ്പ് വരുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. അതുകൊണ്ടാണ് പറയുന്നത്. എന്താണ് ഇതിൻ്റെ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏത്? നമുക്കറിയുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ 1000 ആണ്. എന്ത് ചെയ്യും? ആ 1000നെ നമ്മൾ എന്ത് ചെയ്തു? LCM കൊണ്ട് ഹരിച്ചു. 150 കൊണ്ട് ഹരിച്ചു. അപ്പോൾ നമുക്കറിയാം ഇത് ഹരിച്ചാൽ എത്ര കിട്ടുക? മേലെ 6. അത് വിഷയമല്ല, താഴെ ഉള്ളതാണ് നമുക്ക് വേണ്ടത്. എന്ത്? ശിഷ്ടത്തിനെയാണ് നമുക്ക് ഇമ്പോർട്ടൻസ്. ശിഷ്ടം എത്രയാ? 100 ആണ്. ശിഷ്ടം 100 ആണ്. നമുക്ക് വേണ്ടത് ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? LCM 150, അതിൽ നിന്ന് ഈ 100 കുറച്ചു. എത്ര കിട്ടിയത്? 50 എന്ന സംഖ്യ കിട്ടി. LCMൽ നിന്ന് ശിഷ്ടം കുറച്ചപ്പോൾ എന്ത് ചെയ്തത്? LCM നിന്ന് ശിഷ്ടം കുറച്ചു. അതെത്രയാണ്? 50 ആണ്. ഇനി എന്ത് ചെയ്യും? ഈ 50നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഹരിച്ചത് 1000 അല്ലേ? അതിനോട് കൂട്ടണം. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ്? 1050. ഓക്കെ ആണല്ലോ? മറക്കില്ലല്ലോ? അടുത്ത ചോദ്യം നോക്കാം. ഈ ചോദ്യം നോക്ക്. 2, 3, 4, 5, 6 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും വലിയ 3 അക്ക സംഖ്യ ഏത്? എന്നീ സംഖ്യകൾ കൊണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി അതെന്താണ്? LCM ആണോ HCF ആണോ എന്ന് മനസ്സിലായി. ഇനി എന്താണ്? ഏറ്റവും വലിയ 3 അക്ക സംഖ്യ ഏത് എന്നാണ് ചോദിച്ചത്. ഏറ്റവും വലിയ 3 അക്ക സംഖ്യ. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ എന്ത് ചെയ്ത്? ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയാണ് ചോദിച്ചത്. ഇവിടെ എന്താ ചോദിച്ചത്? ഏറ്റവും വലിയ 3 അക്ക സംഖ്യ. ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമ്മൾ ആദ്യം നമുക്ക് ചെയ്യാൻ അറിയുന്നത് എന്താ? ഇതിൻ്റെ LCM കാണാറിയാലോ. ഇത് ഇങ്ങനെ ചോദ്യം വന്നാൽ എന്താ ചെയ്യേണ്ടത്? LCM കണ്ടിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? LCM കാണും. 2, 3, 4, 5, 6 ഇതിൻ്റെ LCM കാണണം. ഇതിൻ്റെ LCM കണ്ടോ? എത്ര? 2 കൊണ്ട് ചെയ്യാം അല്ലേ? 2 കൊണ്ട് ചെയ്താൽ എത്രയാണ്? 1, 3 അതേപോലെ എഴുതി. 4 2 ആയി. ഇനി എന്താ? 5 അതുപോലെ തന്നെ എഴുതി. 6 എത്രയായി?
മൂന്നായി. ഇനി ഏതുകൊണ്ട് ചെയ്യാം? ഇനി 3 കൊണ്ട് ചെയ്യാം അല്ലേ? 3 കൊണ്ട് ചെയ്താലോ? 1 അതേപോലെ 3 ഒന്നായി, 2 അതേപോലെ, 5 അതേപോലെ, 3 ഒന്നായി. ഇനി ചെയ്യണോ? 2ഉം 5ഉമാണ് ഉള്ളത്. ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ബാക്കി കൂടി 2, 5 എന്ന് എഴുതിയിട്ട് ചെയ്തു നോക്കാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? LCM കാണാൻ ഇതെല്ലാം കൂടി ഗുണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ LCM എന്ന് പറയുന്നത് എത്രയാണ്? 2 ഗുണിക്കണം 3 ഗുണിക്കണം 2 ഗുണിക്കണം 5 ആണല്ലോ. എത്രയാണത്? 2 ഗുണിക്കണം 3 6, 2 ഗുണിക്കണം 5 10 അല്ലേ? അപ്പോൾ 6 ഗുണിക്കണം 10 60 നമ്മുടെ LCM. LCM എത്രയാണ്? 60 ആണല്ലോ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ഏതെന്നാണ് ചോദിച്ചത്. ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയാണല്ലോ ചോദിച്ചത്. നിങ്ങൾക്ക് അറിയുന്ന ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ഏതാ? ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ നമുക്ക് അറിയുന്നത് ഏതാ? 999 അല്ലേ? ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ ഏതായിരിക്കും? 99 അല്ലേ? മനസ്സിലായോ? ഇത് എത്ര? മൂന്നക്ക സംഖ്യ ആകുമ്പോൾ 3 9, നാലക്ക സംഖ്യ ആണെങ്കിൽ 4 9, 10 അക്ക സംഖ്യ ആണെങ്കിൽ 10 9. അങ്ങനെയല്ലേ ഏറ്റവും വലിയ ആ മൂന്നക്ക സംഖ്യയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? സാധാരണ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ എന്ത് ചെയ്യണം? ഈ 999നെ 60 കൊണ്ട് ഹരിക്കണം. എന്ത് ചെയ്യണം? 60 കൊണ്ട് ഹരിക്കണം. ഹരിക്കാൻ അറിയാലോ. 60 കൊണ്ട് ഹരിച്ച 1 കിട്ടി, 60. താഴെ എത്രയാ? 9 3. ഈ 9നെ നമ്മൾ ഇറക്കിയിട്ടല്ലോ, 399. ഇനി നോക്ക്, 6 6 36 അല്ലെ? 6 6 36. അപ്പോൾ 6 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? 360 എന്ന് കിട്ടും. ശിഷ്ടം എത്രയാ? 9 3. ശിഷ്ടം എത്ര? 39 എന്ത് ശിഷ്ടം? നമുക്ക് കണ്ടുപിടിച്ചു അല്ലേ? ശിഷ്ടം മതി, അതുവരെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇവിടെ ശ്രദ്ധിക്ക്, തെറ്റരുത്. ഇവിടെ ശ്രദ്ധിക്ക്, കഴിഞ്ഞ ചോദ്യത്തിൽ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയാണ് ചോദിച്ചത്. ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയാണ് ചോദിച്ചത്. ഇവിടെ എന്താ ചോദിച്ചത്? ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയാണ്. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ഈ 999 നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഈ 39 അങ്ങ് കുറച്ചാൽ മതി. എന്താണ്? ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയാണ്. കാരണം നമ്മൾ ഈ 39 കൂട്ടാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താവും? 60. ഫോർ എക്സാമ്പിൾ, 60ൽ നിന്ന് നമ്മൾ 39 കുറച്ചു ആദ്യം. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഈ കിട്ടിയേക്കുന്നത് ഇപ്പം എത്രയെന്ന് കിട്ടുക? 21 അല്ലേ കിട്ടുക? ഈ 21 999ൽ നിന്ന് കൂട്ടാൻ നിന്നാൽ അത് 1000ന്റെ മേലെയുള്ള ഒരു വാല്യൂ ആയിട്ട് മാറും. 1000ന്റെ മേലെയുള്ളൊരു വാല്യൂ ആയിട്ട് മാറും. നമുക്ക് അതാണോ വേണ്ടത്? അല്ല, നമുക്ക് എന്താ? മൂന്നക്ക സംഖ്യയാണ് വേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? കുറച്ചുകൂടി സിമ്പിളാണ്. എന്ത് ചെയ്താൽ മതി? ആ ശിഷ്ടത്തിനെ നമ്മൾ ഹരിച്ച സംഖ്യയായ 999 കുറച്ചാൽ മതി. എത്ര കിട്ടുക? അപ്പോൾ 999 കുറയ്ക്കണം 39. എത്ര കിട്ടുക? 0. ഇവിടെ എത്ര? 6 9. 960 ആയിരിക്കും എന്ത്? നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. കാരണം എന്താ? ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയാണ്. ഓക്കെ ആണല്ലോ. ഒരു തവണ കൂടി പറയാം. എവിടെ വരെ എത്തി? ഇത് ഒന്നും കൂടിയും പറയാം. നമ്മൾ ആദ്യം എന്താ ചെയ്തത്? ഇതിൻ്റെ LCM കണ്ടു. 2 3 4 5 6ന്റെ LCM കണ്ടു. എന്നിട്ട് എന്ത് ചെയ്തു? ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ നമുക്ക് അറിയുന്നത് ഏതാ? 999 ആണ്. അതിനെ LCM ആയ 60 കൊണ്ട് ഹരിച്ചു. ഹരിച്ചാൽ എത്ര കിട്ടുക? 60 കൊണ്ട് ഹരിച്ചാൽ 1. ഇവിടെ എത്ര? 9 3. ഈ 9 ഇങ്ങ് ഇറക്കി എഴുതി. 6 6 36. അപ്പം 360 ആയിരിക്കും ഇത്. ഇവിടെ 9 ഇറക്കി 3 ഇറക്കി. അപ്പം നമ്മുടെ ശിഷ്ടം 39 ആണെന്ന് കിട്ടിയല്ലോ. നമുക്ക് വേണ്ടത് എന്താ? ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയാണ്. അതുകൊണ്ട് മൂന്നക്ക സംഖ്യയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ 39 ഈ 999ൽ നിന്ന് കുറച്ചു. 999 എന്ത് ചെയ്തു? 39 കുറച്ചു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 960 എന്ന് കിട്ടി. അതായിരിക്കും എന്ത്? 2 3 4 5 6 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ. മനസ്സിലായല്ലോ?
നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചത് എന്തായിരുന്നു? ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയാണ്. വ്യത്യാസം മറക്കരുത്, തെറ്റിക്കാൻ നിൽക്കരുത്. രണ്ടും തമ്മിൽ തെറ്റിക്കാൻ നിൽക്കരുത്. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം 12, 18, 24 എന്നിവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചത്. എന്താ ചോദിച്ചത്? 12, 18, 24 എന്നീ സംഖ്യ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചേക്കണേ. ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിലും എന്താണ് ചെയ്യേണ്ടത്? LCM കാണാനാണ്, അല്ലെങ്കിൽ ലസാഗു കാണാനാണ്. ആദ്യം നമ്മൾ ചെയ്യാണ്. ആദ്യം നമുക്ക് തന്നിട്ടുള്ള സംഖ്യകൾ 12, 18, 24 ആണ്. ഇതിൻ്റെ ലസാഗു നമ്മൾ കാണുകയാണ്. നമുക്കറിയാം 24, 18, 12 ആകുമ്പോൾ എന്തായാലും എന്തല്ല 24 അല്ല ലസാഗു നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ? 18 കൊണ്ട് 24, 18 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമുക്ക് ലസാഗു കണ്ടേ പറ്റൂ. അപ്പം ഇനി ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ചെയ്യാം? 2 കൊണ്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്താൽ മതി? ഇത് മൂന്നും 6 കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളാണല്ലോ. 6 കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളാണല്ലോ ഇത് മൂന്നും. അപ്പം 6 കൊണ്ട് ചെയ്തൂടെ? ഇത് 3നും ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം എടുത്താൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? 2 കൊണ്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതിൽ 3ൽ എന്ത് ചെയ്യാം? 6 കൊണ്ട് ചെയ്യാം. അപ്പം ഞാൻ 6 എടുക്കുന്നത്. 2 ഇവിടെ എത്രയാണ്? 3 വരും. 3 × 6 ആണ് 18. 6 × 4 എന്ത്? 24. ഇനി ചെയ്യാണോ? വേണ്ടേ? 2ഉം 4ഉം ഉണ്ട്. അപ്പം 2 കൊണ്ട് ചെയ്യണം. 1. ഇനി ഇവിടെ 3, ഇവിടെ 2. കഴിഞ്ഞല്ലോ. LCM എത്രയാ? അപ്പോൾ LCM എത്രയാ? 6 ഗുണിക്കണം 2 ഗുണിക്കണം 3 ഗുണിക്കണം 2. കറക്റ്റ് അല്ലേ? 6 ഗുണിക്കണം 2 ഗുണിക്കണം 3 ഗുണിക്കണം 2. കറക്റ്റ് അല്ലേ? എത്രയാ ചെയ്താൽ കിട്ടുക? 6 ഗുണിക്കണം 2, 6 ഗുണിക്കണം 2 12, 12 ഗുണിക്കണം 3 36, 36 ഗുണിക്കണം 2 72. 72 ആണ് 12, 18, 24 എന്നീ സംഖ്യകളുടെ LCM ലസാഗു. എത്രയാണ്? 72 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇതുകൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗ സംഖ്യ ഏത്? പൂർണ്ണവർഗ സംഖ്യ ഏതാണ്? 72ന് എന്തെങ്കിലും വർഗം ഉണ്ടോ? വർഗമൂലം ചെയ്യാൻ പറ്റുമോ? ഏതിൻ്റെയും സ്ക്വയർ ആണോ 72? അല്ല. ഒരു സംഖ്യയുടെ എന്തല്ല? സ്ക്വയർ അല്ല 72 അല്ലേ? അപ്പം നമ്മൾ നോക്കുകയാണ്. ഇനി അപ്പം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് 72നെ? നമ്മൾ 72ൻ്റെ ഗുണിതങ്ങൾ എടുക്കും. എന്ത് ചെയ്യും? 72ൻ്റെ ഗുണിതങ്ങൾ എടുക്കും. അതൊരു പൂർണ്ണവർഗ സംഖ്യയാണെങ്കിൽ ഏറ്റവും ചെറിയ ഗുണിതത്തിൽ ഏതാണ് പൂർണ്ണവർഗ സംഖ്യ ആവുന്നത്? അതായിരിക്കും എന്ത്? ഇതിൻ്റെ ഉത്തരം. ഓക്കെ ആണല്ലോ? 72ൻ്റെ ഗുണിതങ്ങൾ എടുത്തു നോക്കിയാൽ മതി. 72 എന്താണ്? ഒരു പൂർണ്ണവർഗ സംഖ്യ അല്ലല്ലോ. നമുക്കറിയാം 72 ഒരു സംഖ്യയുടെ സ്ക്വയർ അല്ല. അപ്പം ഇനി അടുത്തത് 72ൻ്റെ ഇരട്ടി എടുക്കും. അതല്ലേ 2 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടുക? 144 എടുക്കാം. 144 നമുക്കറിയാം എന്തിൻ്റെ സ്ക്വയറാ? 12ൻ്റെ സ്ക്വയറാണ്. അപ്പം ഉത്തരം എന്തായിരിക്കും? 144 ആയിരിക്കും. 144 ആയിരിക്കും. മനസ്സിലായല്ലോ? എങ്ങനെ എടുത്തത്? 72 ആണ് നമുക്ക് LCM കിട്ടിയത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല? 72 ഒന്നിൻ്റെയും സ്ക്വയർ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 72ൻ്റെ ഗുണിതങ്ങൾ നോക്കും. 72ൻ്റെ ഗുണിതങ്ങൾ നോക്കുമ്പോൾ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചാൽ തന്നെ എത്ര കിട്ടുന്നത്? 144 ആണ് കിട്ടുന്നത്. 144 എന്താ? 12ൻ്റെ സ്ക്വയർ. അതൊരു പൂർണ്ണവർഗ സംഖ്യയാണ്. അപ്പോൾ ഏതായിരിക്കും നമ്മുടെ ഉത്തരം? 144 ആയിരിക്കും നമ്മുടെ ഉത്തരം. ഏറ്റവും ചെറിയ പൂർണ്ണവർഗ സംഖ്യ 12, 18, 24 കൊണ്ട് ചെയ്താൽ 144 ആയിരിക്കും കിട്ടുക. അപ്പോൾ എന്ത് മനസ്സിലായി? LCM കണ്ടതിന് ശേഷം നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. അതിനെ ഗുണിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ഏതെങ്കിലും ഒരു സംഖ്യ ആയിരിക്കും എന്ത്? ഉത്തരം എന്ന് മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്ക്. 2, 3, 6 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗ സംഖ്യ ഏത്? സെയിം ചോദ്യം തന്നെ അല്ലേ? സെയിം ചോദ്യം തന്നെയാണല്ലോ. അപ്പം എന്ത് ചെയ്താൽ മതി? ആദ്യം നമ്മൾ എന്ത് ചെയ്യും? LCM കാണും. 2, 3, 6 കാണാൻ നിൽക്കണോ? 2, 3, 6ൻ്റെ LCM കാണാൻ നിൽക്കണോ? ഇനി വേണോ? എന്താണ്? വലിയ സംഖ്യ ഏതാ? 6 ആണ്. അപ്പോൾ ചെറിയ 2 സംഖ്യകൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ മതി. 6നെ നിശേഷം ഹരിക്കാൻ പറ്റുമോ നോക്കിയാൽ മതി. നമുക്കറിയാം 6/3 ചെയ്യാൻ പറ്റും. 2 കിട്ടും. എത്ര? 2 × 3 ആണ് 6 എന്ന് നമുക്കറിയാലോ. അപ്പം എന്താണ്
നമ്മുടെ LCM എത്രയാണ്? 6 ആണ്. ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്താണ്? വലിയ സംഖ്യ എടുക്കുക. ആ വലിയ സംഖ്യയെ ചെറിയ 2 സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമെങ്കിൽ ആ വലിയ സംഖ്യ ആയിരിക്കും എന്ത്? LCM. അപ്പൊ നമ്മുടെ LCM എത്രയാണ്? 6 ആണ്. ഇനി എന്ത് ചെയ്യും? നമുക്ക് അറിയില്ല, ഉത്തരം അറിയില്ല. ഏറ്റവും ചെറിയ പൂർണ്ണവർഗ സംഖ്യ ഏതാണെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ നോക്കുകയാണ്, 6 പൂർണ്ണവർഗ സംഖ്യയാണോ? അല്ല. അതിന്റെ തൊട്ടടുത്ത ഗുണിതം 6നെ 2 കൊണ്ട് ഗുണിച്ച 12, അതൊരു പൂർണ്ണവർഗ സംഖ്യയാണോ? 12 സ്ക്വയർ ആണോ? അല്ല. ഇനി അപ്പൊ അടുത്തത് എത്രയാ? 18 സ്ക്വയർ ആണോ? അതും അല്ല. അടുത്ത് നോക്ക്, 24 സ്ക്വയർ ആണോ? അല്ല. അടുത്തത് എത്രയാ? 30 സ്ക്വയർ ആണോ? അതും അല്ല. അടുത്ത സംഖ്യ ഏതാ? 36 സ്ക്വയറാ? 6ന്റെ സ്ക്വയർ ആണെന്ത്? 36. അപ്പൊ 36 എന്താ? ഒരു പൂർണ്ണവർഗ സംഖ്യയാണ്. അപ്പൊ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? 36 ആയിരിക്കും. ഇപ്പൊ മനസ്സിലായല്ലോ എങ്ങനെ എടുത്തതെന്ന്. നമുക്ക് ഇത്രയും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് ഓപ്ഷനിൽ നിന്നിട്ടുണ്ടായിരിക്കും 36, 72, 18 അങ്ങനെ ഇവയൊന്നുമല്ല, അല്ലെങ്കിൽ 38 അങ്ങനെ നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുണ്ടായിരിക്കും. ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? ഇത് 6 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇതിലറിയാം അതിൽ ഏതൊക്കെയാ സ്ക്വയർ ഉള്ളത്, ഏതാ? 36 മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 144 ഈ കൂട്ടത്തിൽ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. അതുപോലെ 6നെ കൊണ്ട് ഗുണിക്കാൻ പറ്റുന്ന വേറെ ഏതാ സ്ക്വയർ ഉള്ളത്? അതേപോലെ 324 നിങ്ങൾക്ക് ഓപ്ഷനിൽ തന്നിട്ടുണ്ട് വിചാരിക്കുക. 36, 144, 324 ഓപ്ഷനിൽ തന്നിട്ടുണ്ട് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 36 6 കൊണ്ട് ഹരിക്കാൻ പറ്റും, 144 6 കൊണ്ട് ഹരിക്കാൻ പറ്റും, 324 6 കൊണ്ട് ഹരിക്കാൻ പറ്റും. നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ഓപ്ഷനിൽ തന്നെ 6 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക. നമ്മുടെ LCM കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക. ഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അതിൽ ഏറ്റവും ചെറുതായിരിക്കും. നമുക്ക് തന്നിരിക്കുന്ന ചെറിയ സംഖ്യ ഉണ്ടല്ലോ, ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവുമല്ലോ, 4 ഓപ്ഷൻ തന്നിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ഏതൊക്കെ തരുന്നത് ഈ ക്വസ്റ്റ്യനിൽ? 36, 144, അതുപോലെ 32, 324 ഓപ്ഷൻസ് എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഏറ്റവും ചെറിയ സംഖ്യ എടുക്കും. ചെറിയ സംഖ്യ ഏതാ? 32 ഈ ഓപ്ഷനിൽ, 4 ഓപ്ഷനിൽ. ആ ഓപ്ഷനിൽ നോക്കുമ്പോൾ 32ന് 6 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അതിന് ഫസ്റ്റ് എന്ത് നോക്കണം? 32 ഒരു പൂർണ്ണവർഗ സംഖ്യയാണോ? 32 ഒരു പൂർണ്ണവർഗ സംഖ്യയല്ല. അപ്പൊ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത ചെറിയ സംഖ്യ നോക്കും. അടുത്ത ചെറിയ സംഖ്യ ഏതാ? 36. 36നെ നമ്മളൊന്ന് 6 കൊണ്ട് ഹരിച്ചു നോക്കും. 6 കൊണ്ട് ഹരിക്കാൻ പറ്റും അല്ലെ? 36നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 6 കൊണ്ടിനെ നിശേഷം ഹരിക്കാൻ പറ്റും. അപ്പൊ അതായിരിക്കും എന്ത്? ഏറ്റവും ചെറിയ പൂർണ്ണവർഗ സംഖ്യ. നമ്മുടെ ഉത്തരം 36 ആയിരിക്കും. ഓക്കെ ആണല്ലോ? സിമ്പിൾ ചോദ്യം അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് 4ാമത്തെ ടൈപ്പാണ്. ഈ ചോദ്യം നോക്കുക. ഒരു സംഖ്യയെ യഥാക്രമം 5, 6, 7, 8, 9 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 കിട്ടുന്നു എങ്കിൽ സംഖ്യ ഏത് എന്നാ ചോദിച്ചേക്കണേ. അതായത് ഒരു സംഖ്യേനെ നമ്മൾ കുറച്ച് സംഖ്യകൾ തന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇതുകൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഇത്ര കിട്ടുന്നു എന്നുള്ള രീതിയിലാണ് ചോദ്യം വരുന്നത്. എങ്കിൽ സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? LCM കാണണം. 5, 6, 7, 8, 9 ഈ സംഖ്യകളുടെ LCM കാണണം. ഇനി നോക്ക്, ഇതിന്റെ LCM എങ്ങനെ കാണാം? നമുക്ക് 2 കൊണ്ട് ചെയ്യാം ആദ്യം അല്ലേ? 2 കൊണ്ട് ചെയ്താൽ 5നെ ചെയ്യാൻ പറ്റില്ല. 6നെ ചെയ്താൽ എത്ര? 3 ആണ്. 7നെ ചെയ്താൽ 7 തന്നെയാണ്, ചെയ്യാൻ പറ്റില്ല. 8നെ ചെയ്യാലോ? 4 കിട്ടി. 9നെ ചെയ്താൽ 9 തന്നെ, 9ന് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനി നോക്ക്, ഇനി എന്തുകൊണ്ട് ചെയ്യാം? 3 കൊണ്ട് ചെയ്യാം അല്ലെ? 3 കൊണ്ട് ചെയ്താൽ 5, ഇവിടെ എത്രയാ? 1, ഇവിടെ എത്രയാ? 7, ഇവിടെ 4 തന്നെ, ഇവിടെ 3 ആണ്. ഇനി ചെയ്യണോ? നമുക്കുള്ളത് എന്താ? 5 ആണ്, 7 ആണ്, 4 ആണ്, 3 ആണ്. ഇതിനെ ഒന്നും എന്താണ്? ബന്ധമുള്ള സംഖ്യകളില്ല അല്ലേ? അതായത് ഇതിൽ 2 എണ്ണം ഒരുമിച്ച് എടുക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഇനി എന്ത് ചെയ്യണ്ട. അപ്പൊ LCM എത്രയാണ്? LCM എന്ന് പറയുന്നത് 2 ഗുണിക്കണം 3 ഗുണിക്കണം 5 ഗുണിക്കണം 7 ഗുണിക്കണം 4 ഗുണിക്കണം 3 ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ എന്നാ ഗുണിച്ചോ. 2 × 3 6, 6 × 5 6, 5 30, 30 × 7 എത്രയാ? 30 × 7 210 അല്ലെ? 30 × 7 210 അല്ലെ? 210 × 4 എത്രയാ? 840 എത്രയാ? 210 × 4 840. 840 ഗുണിക്കണം 3 എത്രയാ? 0, 3, 4, 12 ശിഷ്ടം 1, 3, 8, 24, 1, 25 കറക്റ്റ് അല്ലേ? 0, 3, 4, 12 ശിഷ്ടം 1, 3, 8, 24, 1, 25. 2520 ആണ് എന്ത്? നമ്മുടെ
LCM എന്ന് പറയുന്നത്. പക്ഷെ അതാണോ ഉത്തരം? അല്ല. എന്ത് ചെയ്യണം? ശിഷ്ടം 1 കിട്ടുന്നു. അതായത് ഒരു സംഖ്യ ഹരിക്കുമ്പോൾ ശിഷ്ടം 1 കിട്ടുന്നു. ഇവിടെ ഹരിച്ച എത്ര കിട്ടുക? ശിഷ്ടം 0 കിട്ടുക. നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണ്. അപ്പൊ ശിഷ്ടം 1 കിട്ടുന്നു എന്ന് പറഞ്ഞ സംഖ്യ കാണാൻ എന്ത് ചെയ്താൽ മതി? പ്ലസ് ആ ശിഷ്ടം അതെത്രയാ? 1. അപ്പൊ നമ്മുടെ ഉത്തരം എത്രയായിരിക്കും? 2521 ആയിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഒരു തവണ കൂടി പറയാം. നമ്മൾ എവിടെ വരെ എത്തി? LCM നമ്മൾ കണ്ടു. എത്ര? 2520 ആണ് 5, 6, 7, 8, 9 എന്നീ സംഖ്യകളുടെ LCM. LCM കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ആ സംഖ്യ എന്ന് പറയുന്നത് ഈ സംഖ്യകൾ കൊണ്ടൊക്കെ 5, 6, 7, 8, 9 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഒരു സംഖ്യയാണ്. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? ശിഷ്ടം 1 ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ സംഖ്യയോട് 1 ആ ശിഷ്ടം എത്രയാണോ പറഞ്ഞത് ആ ശിഷ്ടം LCM കണ്ടിട്ട് കൂട്ടണം. 2521 ആയിരിക്കും അപ്പൊ ഉത്തരം. എന്താ ചെയ്തത്? LCM കണ്ടിട്ട് അതിൻ്റെ കൂടെ ശിഷ്ടം കൂട്ടണം. ഓക്കെ ആണല്ലോ? നമ്മൾ ചെയ്തത് മനസ്സിലായല്ലോ? അപ്പൊ അടുത്ത ഒരു ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കിക്കോ. അതേ മോഡൽ തന്നെ, അതേ മോഡൽ ചോദ്യം. 16, 20, 24, 30 ഇവയിൽ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം 3 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? സെയിം ചോദ്യം തന്നെ. ഇത്രയും സംഖ്യകൾ കൊണ്ട് ഒരു സംഖ്യനെ ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം 3 ആണ് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സെയിം മോഡല് അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? 16, 20, 24, 30 ഈ സംഖ്യകളുടെ LCM കാണണ്ടേ? LCM കാണണമല്ലോ. ഏതുകൊണ്ട് ചെയ്യാൻ പറ്റും? കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് ചെയ്താൽ മതി. 2 കൊണ്ട് 8. ഇവിടെ 20 ചെയ്താൽ 10, 24 ചെയ്താൽ 12, 30 ചെയ്താൽ 15. ഇനിയോ? ഇനി 2 കൊണ്ട് ചെയ്യാലോ. 2 കൊണ്ട് ചെയ്താൽ എത്രയാ? 4, 5. ഇവിടെ എത്രയാ? 6 വരും. ഇവിടെ എത്രയാ? 15 വരും. ഇനി ഏതുകൊണ്ട് ചെയ്യാം? ഇനിയും 2 കൊണ്ട് ചെയ്യാലോ. 2 കൊണ്ട് ചെയ്താൽ എത്ര വരിക? 2, 5. 6 ചെയ്താൽ 3. 15 ചെയ്യാൻ പറ്റുമോ? ഇല്ല. 15 തന്നെ. ഇനി ഏതുകൊണ്ട് ചെയ്യാം? 3 കൊണ്ട് ചെയ്യാം അല്ലേ? 3 കൊണ്ട് ചെയ്താലോ? 2, 5, 1 ആയി. ഇത് 15 3 കൊണ്ട് ഹരിച്ചാൽ 5. ഇനി ഏതുകൊണ്ടാണ് ചെയ്യണ്ടേ? 5 കൊണ്ട് ചെയ്യാം. 2, 1, 1, 1. ഓക്കെ ആണല്ലോ? നമ്മുടെ LCM എന്ന് പറയുന്നത് അപ്പോഴെന്താണ്? 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 ഗുണിക്കണം 3 ഗുണിക്കണം 5 ഗുണിക്കണം 2. 3 ഗുണിക്കണം 5 ഗുണിക്കണം 2. ഓക്കെ ആണല്ലോ? ഇത് ചെയ്ത് നോക്കണ്ടേ? ഇത് ഇവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ളതിനെ ഗുണിച്ച് നോക്ക്. 2 × 2 4, 4 × 2 8, 8 × 3 24, 24 × 5 × 2 എത്ര? 10 അല്ലേ? അപ്പൊ 24 × 10 240 ആണ് ഈ സംഖ്യകളുടെ LCM. ഓക്കെ ആണല്ലോ? എത്രയാണ് LCM? 240 ആണ്. ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട്? ശിഷ്ടം 3 ആണ്. അപ്പൊ നമുക്ക് ആ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ ശിഷ്ടം അങ്ങ് ഇതിൻ്റെ കൂടെ കൂട്ടിയാൽ മതി. 243. LCMന്റെ കൂടെ ശിഷ്ടം കൂട്ടി 243 ആണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ഒരു ടൈപ്പ് നോക്കിക്കോ. 12, 18, 27 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ 8, 14, 23 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? സംഭവം LCM കാണാനാണെന്ന് നമുക്ക് മനസ്സിലായി ആണല്ലോ. പക്ഷെ ഇതൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ചോദ്യം അല്ലേ? ഈ ശിഷ്ടം ആദ്യം കഴിഞ്ഞതിൽ നമ്മൾ എന്താ പഠിച്ചത്? ഒരൊറ്റ ശിഷ്ടമാണ് തന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ എന്താ? 3 വ്യത്യസ്ത ശിഷ്ടങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ന് വിചാരിച്ചാൽ ഈ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് നോക്കുക. അതായത് വ്യത്യാസം എത്രയാണെന്ന് നോക്കുക. എന്ത് പൊതുവായിട്ടുള്ള വ്യത്യാസം ഉണ്ടോ നോക്കുക. അതായത് 12 ആദ്യത്തെ സംഖ്യ, അതിൻ്റെ ശിഷ്ടം എത്രയാ? 1 അല്ലേ? 12 ആദ്യത്തെ സംഖ്യ, അതിൻ്റെ ശിഷ്ടം എത്രയാണ്? അതിനെ ഹരിച്ചാൽ 8 ആണ് വേണ്ടത്. യഥാക്രമം വരേണ്ടതാണ് അല്ലേ? അപ്പോൾ എത്രയാണ് അത്? 4 അല്ലേ അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി അടുത്ത സംഖ്യ നോക്ക്. 18. 18ന്റെ ശിഷ്ടം എത്രയാ പറയുന്നത്? 14 ആണ് 18ന്റെ ശിഷ്ടം പറയുന്നത്. അതും എത്രയാ?
4. ഇനി അടുത്ത് നോക്ക്, 27 സംഖ്യ പറഞ്ഞത്. അതിൻ്റെ ശിഷ്ടം എത്ര വരുന്നത്? 23. അതിൻ്റെയും പൊതുവ്യത്യാസം എത്രയാ? 4. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? ഇതിനൊരു വ്യത്യാസമുണ്ട്, അത് പൊതുവായതാണ്. എന്താ നമ്മൾ ചെയ്തത്? ആദ്യം ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ആദ്യം 12-ൽ നിന്ന് 8 കുറച്ച് നോക്കി, അപ്പോൾ ഒരു സംഖ്യ കിട്ടി. അതുപോലെ അടുത്ത സംഖ്യ ഏതാ? 18. അതിന് ശിഷ്ടം കിട്ടുന്ന എത്രയാ? 14. അപ്പം അത് ചെയ്തപ്പോൾ എത്രയാ? അതും 4. 27 അടുത്ത സംഖ്യ, അതിൻ്റെ ശിഷ്ടം എത്രയാ? 23. അപ്പോൾ അതും 4. അപ്പം എന്ത് മനസ്സിലായി? ഈ സംഖ്യകൾ, ഇത് ശിഷ്ടം, സംഖ്യയും ശിഷ്ടവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എല്ലാ കേസിലും എന്താണ്? തുല്യമാണ് അല്ലേ? അതായത് ഇതൊരു പൊതുവായ വ്യത്യാസമാണ്. പൊതുവായ വ്യത്യാസമാണല്ലോ, ഇതെല്ലാം പൊതുവായിട്ടുള്ളതാണ് അല്ലേ? 12 കുറയ്ക്കണം 8, അതേമാതിരി 18 കുറയ്ക്കണം 14, 27 കുറയ്ക്കണം 23 ചെയ്തപ്പോൾ 4 നമുക്ക് കിട്ടിയത്. ഓക്കെ ആണല്ലോ. ഇനി ഇങ്ങനെ വരുന്ന കേസുകളിൽ എങ്ങനെ ചെയ്യണം എന്നാണ് നമ്മൾ നോക്കുന്നത്. സാധാരണ പോലെ എന്ത് ചെയ്യുന്നു? നമ്മൾ ആദ്യം 12, 18, 27 എന്നീ സംഖ്യകളാണല്ലോ, അവയുടെ LCM സാധാരണ പോലെ നമ്മൾ ചെയ്യും. ഇപ്പൊ ഇവിടെ നോക്ക്, 12, 18, 27 ഏത് സംഖ്യ കൊണ്ട് ചെയ്യാം? 3 കൊണ്ട് ചെയ്തുകൂടെ? 3 കൊണ്ട് ചെയ്തുകൂടെ? 3 കൊണ്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ചെയ്താൽ 3 4 12, എത്രയാ? 3 6 18, 3 9 27. ഇനി ചെയ്യാലോ. ഇനി ഏതുകൊണ്ട് ചെയ്യാം? ഇനി 2 കൊണ്ട് ചെയ്യാം അല്ലേ? 2 കൊണ്ട് ചെയ്താൽ എത്രയാ? 2 3. ഇനി ഇവിടെ ചെയ്യാൻ പറ്റുമോ? ഇല്ല, 9 തന്നെ. ഇനി ഏതുകൊണ്ട് ചെയ്യാം? 3 കൊണ്ട് ചെയ്യാം. 2 അവിടെ നിൽക്കട്ടെ, 1 3. ഇനി ചെയ്യണോ? ഇനി ചെയ്യണോ? ചെയ്യണ്ട. ഇനി എന്ത് ചെയ്താൽ മതി? നേരെ ഗുണിച്ചാൽ മതി. 3 ഗുണിക്കണം 2 ഗുണിക്കണം 3 ഗുണിക്കണം 2 ഗുണിക്കണം 3. കറക്റ്റ് അല്ലേ? എഴുതിയിരിക്കണം കറക്റ്റ് അല്ലേ? 3 2 3 2 3. ഓക്കെ. ഇനി എന്താ ഇത് ചെയ്താൽ എത്ര കിട്ടുക? 3 ഗുണിക്കണം 2 6, 6 ഗുണിക്കണം 3 എത്രയാ? 18, 18 ഗുണിക്കണം 2 എത്രയാ? 36, 36 ഗുണിക്കണം 3 എത്രയാ? 108. 36 ഗുണിക്കണം 3 108. LCM 108 സംഖ്യയുടെ LCM എന്ന് പറയുന്നത് 108. അത് നമ്മൾ കണ്ടുപിടിച്ചു. നമുക്കറിയാം പൊതുവ്യത്യാസം അതെത്രയാ? 4. പൊതുവ്യത്യാസം 4 ആണല്ലോ. അങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ, അതായത് 12, 18, 27 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ 8, 14, 23 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്ന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ എന്ത് ചെയ്താൽ മതി? ഉത്തരം കണ്ടുപിടിക്കാൻ LCM കണ്ടിട്ട് അതിൽ നിന്ന് പൊതുവ്യത്യാസം കുറച്ചാൽ മതിയാകും. LCM കണ്ടിട്ട് അതിൽ നിന്ന് പൊതുവ്യത്യാസം കുറച്ചാൽ മതിയാകും. കൺഫ്യൂസിങ് ആണോ? അല്ല, ഇത് പഠിച്ചേ പറ്റൂ കേട്ടോ. LCM എത്രയാ? 108. പൊതുവ്യത്യാസം എത്രയാ? 4. ആ പൊതുവ്യത്യാസം എന്താ? സംഖ്യയും ശിഷ്ടവും തമ്മിലുള്ള വ്യത്യാസമാണ് അല്ലേ? അപ്പൊ 108 4 പോയാൽ 104 ഉത്തരം. ഓക്കെ ആണല്ലോ, തെറ്റില്ലല്ലോ. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇത് അടുത്തൊരു ചോദ്യം നോക്ക്. 5, 8, 10 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2, 5, 7 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? എന്ത് കാണണം? പൊതുവ്യത്യാസം ഉണ്ടോ എന്ന് നോക്കണം ആദ്യം അല്ലേ? 5 കുറയ്ക്കണം 2 എത്രയാ? 3. 8 കുറയ്ക്കണം 5 എത്രയാ? 3. 10 കുറയ്ക്കണം 7 എത്രയാ? അതും 3. പൊതുവായ വ്യത്യാസമുള്ള സംഖ്യകളാണല്ലോ. നമ്മൾ എന്ത് ചെയ്യും? ആദ്യം 5, 8, 10 സംഖ്യകളാണ്, അതിൻ്റെ LCM കാണും. ഏതുകൊണ്ട് ചെയ്യാം? 2 കൊണ്ട് ചെയ്യാം. 5 അതുപോലെ എഴുതി, 8 4 10 5. ഇനി എന്തുകൊണ്ട് ചെയ്യാം? 5 കൊണ്ട് ചെയ്യാം. 1 4 അതുപോലെ എഴുതണം, 5ഉം 1. ഇനി ചെയ്യണോ? വേണ്ട. നമ്മുടെ LCM എത്രയാണ്? 2 ഗുണിക്കണം 5 ഗുണിക്കണം 4 LCM. എത്ര കിട്ടുക? 2 × 5 10, 10 × 4 40 എന്ത്? നമ്മുടെ LCM 40 LCM. പൊതുവ്യത്യാസം എത്രയാണ്? നമ്മൾ കണ്ടതാണ് പൊതുവ്യത്യാസം എത്രയാണ്? 3 പൊതുവ്യത്യാസം. അപ്പോൾ ഉത്തരം സംഖ്യ ഏതാണ്? LCM കുറയ്ക്കണം പൊതുവ്യത്യാസം. ഉത്തരം എത്രയാണ്? 40-ൽ നിന്ന് 3 കുറച്ചത് 37
നമ്മുടെ ഉത്തരം. ഓപ്ഷനിൽ ഷുവർ ആയിട്ടും 40 ഉണ്ടാവും, 43 ഉണ്ടാവും, 37 ഉണ്ടാവും. കൺഫ്യൂഷൻ തരാനാണ് 43ഉം 40ഉം തരുന്നത്. അറിഞ്ഞാൽ മാത്രമേ 37 അടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ? തെറ്റിക്കരുതല്ലോ, തെറ്റിക്കില്ലല്ലോ. എന്ത് ചെയ്യേണ്ടത്? പൊതുവ്യത്യാസം കണ്ടുവെക്കുക. അത് തുല്യമാണെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ LCM കണ്ടതിന് ശേഷം ആ പൊതുവ്യത്യാസം LCMൽ നിന്ന് കുറച്ചാൽ നമ്മുടെ ഉത്തരം. ഈ സിമ്പിൾ ചോദ്യമാണ്, പക്ഷേ ചെയ്ത് പ്രാക്ടീസ് ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ഒരു ടൈപ്പ് നോക്കൂ. 5നും 35നും ഇടയിൽ 2 കൊണ്ടും 3 കൊണ്ടും ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട്? 5നും 35നും ഇടയിൽ 2 കൊണ്ടും 3 കൊണ്ടും ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? 2 കൊണ്ടും 3 കൊണ്ടും ഹരിക്കാവുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2ന്റെയും 3ന്റെയും LCM അല്ലേ? 2ന്റെയും 3ന്റെയും LCM അല്ലേ? 2, 3ഉം പ്രൈം നമ്പർ ആണ്. പ്രൈം നമ്പർ ആണ്, അതിന് ചെയ്യാൻ സംഖ്യകളൊന്നുമില്ല. LCM കാണാൻ എന്താണ്? 2ഉം 3ഉം എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ്. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ അഭാജ്യ സംഖ്യകളാണ്. അഭാജ്യ സംഖ്യകളാണ് നമുക്ക് തരുന്നതെങ്കിൽ, LCM കാണാൻ, ലസാഗു കാണാൻ അഭാജ്യ സംഖ്യകളാണ് തരുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അവയെ നേരിട്ട് ഗുണിച്ചിട്ട് എഴുതിയാൽ മതി. 2 ഗുണിക്കണം 3 6. ഇനി വേറെ അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയുന്നത്? 3ഉം 5ഉം 7ഉം ഇല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആദ്യം അങ്ങനെ ഗുണിച്ചെഴുതിയാൽ മതി. 7 × 5 ഇതിന്റെ LCM ചോദിച്ചാൽ നേരെ ഗുണിച്ചെഴുതിയാൽ മതി, അല്ലാതെ ചെയ്യേണ്ട ആവശ്യമില്ല. 7 × 5 35, 35 × 3 എത്രയാ? 105. കറക്റ്റ് അല്ലേ? അതേപോലെ ഇനിയിപ്പോൾ നമ്മളോട് 2ഉം 5ഉം തമ്മിലുള്ളതാണ് ചോദിച്ചെങ്കിൽ 2ഉം 5ഉം എന്താ? അഭാജ്യ സംഖ്യകൾ. അപ്പൊ എന്ത് ചെയ്യും? 2 × 5 10 ആയിരിക്കും അവയുടെ LCM. മനസ്സിലായല്ലോ? അപ്പൊ ഇതിലെ LCM എത്ര? 2 × 3 6 ആണ് എന്ത്? LCM എന്ന് പറയുന്നത്. നമ്മളോട് ചോദ്യം എന്താ? 5നും 35നും ഇടയിൽ എത്ര സംഖ്യകൾ ഉണ്ട് എന്നാ ഇതുകൊണ്ട് ഹരിക്കാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഏതായിരിക്കും? 6 ആയിരിക്കും. പിന്നെ 12, പിന്നെയോ 18, പിന്നെ എത്രയാ? 24, പിന്നെ എത്രയാ? 30, പിന്നെ എത്രയാ? 36. പക്ഷെ 36 പറ്റുമോ? 35നും ഇടയിലാണ്, 36 പറ്റില്ല. അപ്പൊ എത്ര സംഖ്യകളാ? 1, 2, 3, 4, 5. എത്ര സംഖ്യകളുണ്ട്? 5 സംഖ്യകളാണ് എന്ത്? 5നും 35നും ഇടയിൽ 2 കൊണ്ടും 3 കൊണ്ടും ഹരിക്കാവുന്ന സംഖ്യകൾ. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? ഈ മെത്തേഡ് മനസ്സിലായല്ലോ? ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ആദ്യം എന്ത് ചെയ്യും? നമ്മൾ ആദ്യം എന്ത് ചെയ്യും? 2 കൊണ്ടും 3 കൊണ്ടും ഹരിക്കാവുന്ന എത്ര സംഖ്യകൾ ഉണ്ടെന്നാണ് ചോദിച്ചത്. അപ്പൊ 2ന്റെയും 3ന്റെയും LCM നമ്മൾ കണ്ടു. എത്രയാ? 6 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ ഗുണിതങ്ങളാണ് എഴുതുക. 6ന്റെ ഗുണിതങ്ങളാണ് എഴുതുക. 6, 12, 18, 24, 30. ഇനി 36. 36 35നെക്കാട്ടിലും വലുതാണ്. അപ്പൊ അത് വേണ്ട, ഇത്ര എണ്ണം മതി. 1, 2, 3, 4, 5. 5 സംഖ്യകളാണുള്ളത്. അപ്പൊ നമ്മുടെ ഉത്തരം 5 ആണ്. ഓക്കെ ആണല്ലോ? അടുത്ത ഒരു ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കുക. 70നും 140നും ഇടയ്ക്ക് 5 കൊണ്ടും 7 കൊണ്ടും ഹരിക്കാവുന്ന എത്ര സംഖ്യകൾ ഉണ്ട് എന്നാ ചോദിച്ചത് അല്ലേ? 5 കൊണ്ടും 7 കൊണ്ടും ഹരിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം LCM നമ്മൾ കാണും. എത്ര LCM? 5 × 7. 5 × 7 ചെയ്താൽ മതിയല്ലോ. എന്തുകൊണ്ടാ? 5ഉം 7ഉം പ്രൈം നമ്പർ ആണ്, അഭാജ്യ സംഖ്യയാണ്. അപ്പൊ എത്ര കിട്ടുക? 35. 5ന്റെ 7ന്റെ LCM എന്ന് പറയുന്നത് 35 ആണ്. ഇനി പറഞ്ഞിട്ടുണ്ട് എന്ത്? 70നും 140നും ഇടയ്ക്ക് 5 കൊണ്ടും 7 കൊണ്ടും ഹരിക്കാവുന്ന എത്ര സംഖ്യകൾ ഉണ്ട് എന്നാ. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഗുണിക്കാൻ അറിയില്ല. ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാം. പക്ഷെ എന്നാൽ കൂടി നമുക്ക് എന്താണ്? ഇതിന്റെ ഗുണിതങ്ങൾ കുറച്ച് സമയം എടുക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യാതെ എന്ത് ചെയ്യുക? ഈ 70 ഉണ്ടല്ലോ, 70 ഫസ്റ്റത്തെ സംഖ്യ, അതിനെ നമ്മുടെ LCM ആയ 35 കൊണ്ട് ഹരിക്കുക. നമ്മുടെ ഫസ്റ്റത്തെ സംഖ്യേനെ എന്ത് ചെയ്യുക? LCM കൊണ്ട് ഹരിക്കുക. ഫസ്റ്റത്തെ സംഖ്യ അതേ സംഖ്യ എടുക്കുക. 70 ആണ് ഇവിടെ ആദ്യത്തെ സംഖ്യ. അതിനെ 35 കൊണ്ട് ഹരിക്കുക. എത്ര കിട്ടുക? 2 കിട്ടും. കിട്ടുമല്ലോ? 2 ആണ് എന്ത്? 70നെ 35 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത്. ഇനി എന്ത് ചെയ്യുക? അടുത്ത സംഖ്യ നോക്ക്. ഇവിടെ ഇടയ്ക്ക് എന്നാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഇടയ്ക്ക് എന്നാ പറഞ്ഞത്. അപ്പൊ 140 പെടുമോ? 140 പെടുമോ? ഇല്ലല്ലോ. 140 പെടില്ലല്ലോ. അപ്പൊ 140നെ കൊണ്ട് ഹരിക്കാൻ നിൽക്കരുത്. 139നെ കൊണ്ട് ഹരിക്കണം. എന്തുകൊണ്ടാ? കാരണം എന്താ? ഇടയ്ക്ക് എന്നാ പറഞ്ഞത്. 140നും ഇടയ്ക്ക് എന്നാ പറഞ്ഞത്. 140 പെടുമോ? ഇല്ല, 140 പെടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 139 എടുക്കണം.
തെറ്റാൻ സാധ്യതയുള്ള സാധനമാണ് ഇത്. അതുകൊണ്ടാണ് പറയുന്നത്. ശ്രദ്ധിക്ക് എന്താണ് 70-നും 140-നും ഇടയ്ക്ക് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഫസ്റ്റത്തെ സംഖ്യ വേണമെന്നുണ്ടെങ്കിൽ ആ സംഖ്യ എടുത്ത് എഴുതാം. പക്ഷെ രണ്ടാമത്തെ സംഖ്യ ഈ 140 ഒരിക്കലും എഴുതരുത്. എന്ത് ചെയ്യണം? അതിനേക്കാൾ 1 കുറച്ചിട്ട് എഴുതാവൂ, അല്ലെ തെറ്റും. ഷുവറാണ് തെറ്റും. എന്ത് ചെയ്യുക? 140 പകരം എന്ത് എഴുതണം? 140 1 കുറച്ചിട്ടുള്ള സംഖ്യ, തൊട്ട് മുന്നത്തെ സംഖ്യ 139, അതിനെ എന്തുകൊണ്ട് ഹരിക്കണം? 35 കൊണ്ട് ഹരിക്കണം. ഓക്കെ ആണല്ലോ? എത്ര കിട്ടുക? 35 കൊണ്ട് ഹരിച്ചാൽ 4 ആണോ 3 ആണോ? 3 അല്ലേ? 35 × 3 എത്രയാ? 35 × 3 3 5 15, ശിഷ്ടം 1 എത്രയാ? 105 ആണ്. എന്ത്? 35 × 3. അപ്പം 3 ചെയ്യാൻ പറ്റുക. 105 ശിഷ്ടം എത്രയാ? 4 3 34. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് എത്ര ഹരണഫലം കിട്ടിയത്? 3 ഇവിടെ എത്ര കിട്ടി? 2. എന്ത് ചെയ്താൽ മതി? എത്ര സംഖ്യകൾ ഉണ്ടെന്ന് അറിയാൻ ഇതിൽ നിന്ന് 3-ൽ നിന്ന് ഈ ഹരണഫലത്തിൽ നിന്ന് ഇതിന്റെ ഹരണഫലം കുറച്ചാൽ മതി. 2 എത്രയാണ്? ഒരൊറ്റ സംഖ്യ ഉണ്ടാവുള്ളൂ. ഇനി ഇതിന്റെ മുന്നത്തെ ക്വസ്റ്റ്യൻ നോക്കാലോ. ഇതിന് മുന്നത്തെ ക്വസ്റ്റ്യനിലുള്ളതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഈ രീതിയിൽ ഇതാക്കുന്നത് ഈ ചോദ്യം നോക്ക്. 5-നും 35-നും ഇടയിൽ 2 കൊണ്ടും 3 കൊണ്ടും ഹരിക്കാവുന്ന എത്ര സംഖ്യകൾ ഉണ്ട് എന്നാ നമ്മൾ ഇതാക്കുന്നത്. ആദ്യം 5-നെ ഹരിച്ചു. എത്രയുണ്ട്? 6 കൊണ്ട് ഹരിച്ചു. 6 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? 0 കിട്ടുക, അല്ലേ? 0 അല്ലേ കിട്ടുക മേലെ? അപ്പൊ എന്ത് ചെയ്യണം? 0 മേലെ വരിക. അതുകൊണ്ട് അത് ചെയ്യണ്ട, അല്ലേ? ഇത് 0 അല്ലേ? ഇത് 0 ആണല്ലോ. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? 35-നെ 5 കൊണ്ട് ഹരിക്കുക. നമുക്ക് 35-നും ഇടയിൽ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്താൽ മതി? 34 എടുത്താലും കുഴപ്പമില്ല. ഇതിന്റെ കേസിൽ പ്രശ്നമല്ല. എന്താ വിചാരിച്ചാൽ 6-ന്റെ ഗുണിതമല്ല എന്ത്? 35. പക്ഷെ മറ്റേ കേസിൽ 35-ന്റെ ഗുണിതാണ് 140. അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. അപ്പൊ അത് നോക്കണ്ട. 35-ന് 1 കുറച്ചോ, വിഷയമല്ല. 34. 34-നെ 6 കൊണ്ട് ഹരിച്ച എത്ര കിട്ടുക? 5. ഇവിടെ 0. 5-ൽ നിന്ന് 0 കുറച്ചാൽ എത്രയാ? 5 അല്ലേ? അതല്ലേ ഈ സംഖ്യ കിട്ടിയേക്കണത്. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ. ഈ ചോദ്യം ഒരാൾ കൂടി പറയാണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? LCM കണ്ടു. 5 ഗുണിക്കണം 7 പറഞ്ഞിട്ട് LCM കണ്ടു. എന്നിട്ട് എന്ത് ചെയ്തു? LCM-നെ എന്ത് ചെയ്തു? LCM കൊണ്ട് എന്ത് ചെയ്തു? ആദ്യത്തെ സംഖ്യയെ ഹരിച്ചു. 70-നെ 35 കൊണ്ട് ഹരിച്ചപ്പോൾ എന്ത് കിട്ടി? 2 ശിഷ്ടം കിട്ടി. ഹരണഫലം 2 കിട്ടി. അത് കഴിഞ്ഞിട്ട് 140-നെ ഹരിക്കാൻ പറ്റുമോ? 140-നും ഇടയ്ക്ക് എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 1 കുറയ്ക്കുക. തൊട്ട് മുന്നത്തെ സംഖ്യ 139, അതല്ല ആ സംഖ്യയിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? 139/35 ചെയ്തു. അപ്പൊ എത്ര ശിഷ്ടം കിട്ടുന്നത്? ഹരണഫലം കിട്ടുന്നത് 3 കിട്ടി. അതിൽ നിന്ന് ആ 2 കുറച്ച് ഉത്തരായി. ഇനി ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടിയില്ല, ഇത് ഓർമ്മ കിട്ടിയില്ല എങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് 35-ന്റെ ഗുണിതങ്ങൾ അറിയുമെങ്കിൽ 35, 70, 105, 140 അങ്ങനെ പോകുന്നതാണ്. അപ്പൊ നോക്ക്, നമുക്ക് എന്താ 70-നും 140-നും ഇടയ്ക്ക് എന്നാ പറഞ്ഞത്. ഇവിടെ ഇടയിൽ ഏതാ ഉള്ളത്? ഒറ്റ ഒന്നുള്ളൂ, 105. അതാണ് ഇതിന്റെ ഉത്തരം. എത്ര സംഖ്യകളാ? 1 സംഖ്യയാണുള്ളത്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. പക്ഷെ വലിയ സംഖ്യകൾ, അതായത് 200-നും 500-നും ഇടയിൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 200-നെ 35 കൊണ്ട് ഹരിക്കണം. അതുപോലെ 500-നെ ഹരിക്കാനാണോ പാട്? അല്ല. 499-ന് എന്ത് ചെയ്യാം? 35 കൊണ്ട് ഹരിക്കാം. ഓക്കെ ആണല്ലോ? ഇനി തെറ്റില്ലല്ലോ. എന്നിട്ട് ഇതിന്റെ രണ്ടിന്റെ വ്യത്യാസം എടുത്താൽ നമ്മുടെ ഉത്തരമായി. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കാം. ഈ ചോദ്യം നോക്കൂ. അടുത്തൊരു ടൈപ്പ് 7. 12, 15, 18 സെക്കൻഡ് ഇടവേളകളിൽ, സെക്കൻഡ് ആണ് 12, 15, 18 സെക്കൻഡ് ഇടവേളകളിൽ ശബ്ദിക്കുന്ന വ്യത്യസ്തങ്ങളായ 3 ക്ലോക്കുകൾ 8:35 AM ഒരുമിച്ച് ശബ്ദിച്ചാൽ തൊട്ടടുത്ത് ഒരുമിച്ച് ശബ്ദിക്കുന്ന സമയം എത്ര? നല്ല ചോദ്യമാണ് കേട്ടോ, നല്ല ചോദ്യമാണ്. എങ്ങനെ ചെയ്യും? ഒരു പേടിയും പേടിക്കണ്ട. LCM ആണ് ചെയ്യാനുള്ളതെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? 12, 15, 18 ആ സെക്കൻഡ് സമയം ഇടവേളകളിലാണല്ലോ ഇത് ശബ്ദിക്കുന്നത്. അതിൻ്റെ LCM അങ്ങോട്ട് എടുക്കുക. എത്ര കൊണ്ട് ചെയ്യാം? 2 കൊണ്ട് ചെയ്യാം അല്ലേ? 2 കൊണ്ട് ചെയ്താൽ 6, 15 അതേപോലെ എഴുതി. ഇനി എന്താ? 18-നെ ചെയ്താൽ എത്ര വരിക? 9. 3 കൊണ്ട് ചെയ്യാലോ? 3 കൊണ്ട് ചെയ്താൽ 2, 5, ഇനി എത്രയാ? 3. കഴിഞ്ഞില്ലേ? ഇനി ചെയ്യാൻ പറ്റുമോ? ഇനി ചെയ്യാൻ പറ്റില്ല. 2, 5, 3 ആണ്. ചെയ്യേണ്ട ആവശ്യമില്ല. ചെയ്യേണ്ട ആവശ്യമില്ല.
എന്ത് ചെയ്യാം? 2 ഗുണിക്കണം 3 ഗുണിക്കണം 2 ഗുണിക്കണം 5 ഗുണിക്കണം 3 ചെയ്താൽ എത്ര കിട്ടുക? LCM എത്ര കിട്ടുക? 2 ഗുണിക്കണം 3 6, 6 ഗുണിക്കണം 2 × 5 10, 6 ഗുണിക്കണം 10 60, 60 × 3 180 ആണ് എന്ത്? LCM. LCM ലസാഗു 180 ആണ്. 180 എന്താ? 180 സെക്കൻഡ് ആണ്. തെറ്റരുത്, അത് മറക്കരുത്. ക്ലോക്കൊക്കെ ചോദിക്കുമ്പോൾ അതെന്താ തന്നതെന്ന് മറക്കരുത്. 180 സെക്കൻഡ് ആണ്. 180 സെക്കൻഡ് ആണ് എന്ത്? LCM എന്ന് പറയുന്നത്. 180 ആണ് വരുന്നത്. പക്ഷെ നമ്മൾ എന്ന് മനസ്സിലാക്കണം? 180 സെക്കൻഡ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിയല്ലോ? ഇവിടെ തന്നേക്കുന്ന 12 സെക്കൻഡ് 15 സെക്കൻഡ് 12 സെക്കൻഡ് ആണ്. നമ്മൾ അതിൻ്റെ LCM എടുത്തു 180 കിട്ടി. അതെന്താണ്? സെക്കൻഡ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി എന്താ പറഞ്ഞത്? 8:35 AM അത് ശബ്ദിച്ചത്. ഇനി അടുത്തത് എപ്പോൾ ശബ്ദിക്കുന്ന ചോദിച്ച് അല്ലേ? 180 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മിനിറ്റിലേക്കാക്കാൻ എന്ത് ചെയ്താൽ മതി? 180 സെക്കൻഡിനെ മിനിറ്റിലേക്ക് ആക്കാൻ എന്ത് ചെയ്താൽ മതി? അതായത് 60 സെക്കൻഡ് ആണ് എന്ത്? 1 മിനിറ്റ്. 60 സെക്കൻഡ് ആണ് എന്ത്? 1 മിനിറ്റ്. അപ്പൊ 180 സെക്കൻഡിനെ മിനിറ്റിലേക്ക് ആക്കാൻ എന്ത് ചെയ്താൽ മതി? 60 കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് സെക്കൻഡിനെ മിനിറ്റിലേക്ക് ആക്കാൻ എന്ത് ചെയ്താൽ മതി? 60 കൊണ്ട് ഹരിച്ചാൽ മതി. വെട്ടി ചെറുതാക്കാലോ? വെട്ടിയാൽ എത്ര? ഇനി 3. അതായത് 3 മിനിറ്റാണ് എന്ത്? 180 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ. 180 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 മിനിറ്റാണ്. 180നെ 60 കൊണ്ട് ഹരിച്ചു. 3 മിനിറ്റാണ് എന്ത്? 180 സെക്കൻഡ്. അവിടെയാണ് ഇത് തെറ്റുക. LCM ചിലപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കും, പക്ഷെ ഇത് മാറ്റുന്നത് നിങ്ങൾ തെറ്റിക്കും ചിലപ്പോൾ അല്ലേ? അപ്പം എന്ത് കിട്ടി? 180 സെക്കൻഡ് എത്രയാ? 3 മിനിറ്റാണ്. അപ്പം എന്തെഴുതാം? 3 മിനിറ്റ് എന്ന് എഴുതാം. 3 മിനിറ്റ് എന്ന് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യണം? അടുത്തത് എപ്പോഴാണ് ശബ്ദിക്കുന്നതെന്ന് ഒരുമിച്ച് എന്ത് ചെയ്താൽ മതി? 8:35 ഈ 3 മിനിറ്റ് കൂട്ടിയാൽ മതി. 8:35 ഈ 3 മിനിറ്റ് കൂട്ടിയാൽ മതി. 35 മിനിറ്റാണ്. 8:35 എന്ന് പറഞ്ഞാൽ എന്താ? 8 മണിക്കൂർ 35 മിനിറ്റ് എന്നാ. അപ്പം എന്തായിരിക്കും ഉത്തരം? 8 മണിക്കൂർ 35 മിനിറ്റാണ് എന്ത്? ആദ്യത്തേത്. അതിനോട് എന്ത് കൂട്ടണം? 3 മിനിറ്റ് കൂട്ടണം. എത്ര? 3 മിനിറ്റ് കൂട്ടിയാൽ 35നോട് 38. 8:38 AM ശ്രദ്ധിക്കണം. AM എന്ത് ചെയ്യും? ഒരുമിച്ച് ശബ്ദിക്കും. മനസ്സിലായല്ലോ? നമ്മൾ എന്ത് ചെയ്ത? ആദ്യം LCM കണ്ടു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ കേസിൽ മിനിറ്റിലേക്ക് മാറ്റാനായിരുന്നു ഉണ്ടായിരുന്ന ഓപ്ഷനിൽ മിനിറ്റുകളിലേക്കായിരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്തു? മിനിറ്റിലേക്ക് മാറ്റി. മിനിറ്റിലേക്ക് മാറ്റാൻ 60 കൊണ്ട് ഹരിച്ചു. എന്ത് ചെയ്തു? 8:35. എന്നിട്ട് എന്ത് ചെയ്തു? 8:35 ആദ്യം അവർ ഒരുമിച്ചായത്. ഇനി അടുത്തത് എപ്പോൾ ആവുന്ന എന്ത് ചെയ്താൽ മതി? ആ 180 സെക്കൻഡ് കൂട്ടിയാൽ മതി. 180 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 3 മിനിറ്റാണ്. 8 മണിക്കൂർ 35 മിനിറ്റിനോട് നമ്മൾ എന്ത് ചെയ്തു? 180 സെക്കൻഡ് അഥവാ 3 മിനിറ്റ് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 8 മണിക്കൂർ 38 മിനിറ്റ് എന്ന് കിട്ടും. എങ്ങനെ എഴുതാം? 8:38 AM. ഓക്കെ ആണല്ലോ? നമ്മുടെ ഉത്തരം എന്താണ്? 8:38 AM. സിമ്പിൾ ചോദ്യമാണല്ലോ, പക്ഷെ അറിഞ്ഞാലേ ചെയ്യാൻ പറ്റൂ അല്ലേ? അപ്പം അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കൂ. നമ്മൾ ചെയ്തൊരു ചോദ്യമാണ്. ABC എന്നിവർ യഥാക്രമം 6, 8, 12 ദിവസങ്ങൾ കൂടുമ്പോൾ ഒരു ക്ലബിൽ എത്തുന്നു. ജനുവരി 3 ഇവർ 3 പേരും ക്ലബിൽ എത്തിയെങ്കിൽ ഇനി എന്നാണ് ഒരുമിച്ച് വരിക? സെയിം ചോദ്യം. കഴിഞ്ഞ ചോദ്യത്തിൻ്റെ സെയിം മോഡൽ. നേരത്തെ സമയമായിരുന്നു, ഇവിടെ എന്താ? ദിവസമാണ്. ചെയ്യാലോ? എന്ത് ചെയ്യും? 6, 8, 12 എന്നിവയുടെ LCM കാണുന്നു. എത്രയാണ്? ഏതുകൊണ്ട് ചെയ്യാം? 2 കൊണ്ട് ചെയ്യാം. 3, 4. ഇനി എത്രയാ? 12 ചെയ്താൽ എത്രയാ? 6. ഇനി എന്താ? 2 കൊണ്ട് തന്നെ ചെയ്യാലോ? 2 കൊണ്ട് ചെയ്താൽ 3 അതേപോലെ നിൽക്കും. 2 ആയി. ഇവിടെ 3 ആയി. ഇനി എന്താ? 3 കൊണ്ട് ചെയ്യണം അല്ലേ? 3 കൊണ്ട് ചെയ്താൽ എത്ര? 1, 2, 1. ഇനി ചെയ്യണോ? വേണ്ട. LCM എന്ന് പറയുന്നത് എത്രയാണ്? 2 ഗുണിക്കണം 2 ഗുണിക്കണം 3 ഗുണിക്കണം 2. എത്ര കിട്ടുക? 2 × 2 4, 4 × 3 12, 12 × 2 24 ആണ് എന്ത്?
ലസാഗു എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടാവും. ലസാഗു പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഇനി എന്താ വേണ്ടത്? ജനുവരി 3-നാണ് എന്ത് ഇവർ ഒരുമിച്ച് ക്ലബിലെത്തിയത്. ഈ 24 എന്താ? 6 ദിവസമാണ്, 8 ദിവസമാണ്, 12 ദിവസമാണ്. അപ്പോൾ 24 എന്തായിരിക്കും? 24 ദിവസങ്ങളായിരിക്കും. നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ട് എന്ത്? ജനുവരി 3-ന് ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ഒരുമിച്ചായിട്ടുണ്ട്. ഇനി അപ്പം എന്ന് വരും എന്ന് ചോദിച്ചാൽ എന്തെഴുതിയാൽ മതി? ജനുവരി 3-നോട് 24 ദിവസങ്ങൾ കൂട്ടിയാൽ മതി. ജനുവരി 27-ന് എന്ത് ചെയ്യും? ഇവർ ഒരുമിച്ച് വരും. മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? സിമ്പിൾ ചോദ്യങ്ങളാണല്ലോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് LCM എന്നുള്ള ഭാഗത്ത് നിന്ന് മാത്രം നമ്മൾ പഠിക്കുന്നത്. ഇനി എന്ത് ചെയ്യാണ്ട്? ഇനി HCF പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ LCM-ഉം HCF-ഉം ഒരുമിച്ച് വരുന്ന ചോദ്യങ്ങളും പിന്നെ കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പ്രീവിയസ്ലി ചോദിച്ച ചോദ്യങ്ങളും കുറച്ചധികം ചോദ്യങ്ങൾ എന്തുണ്ട്? LCM HCF-ലുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ്സുകൾ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ പ്രോബ്ലംസ്, വർക്ക് ചെയ്യാനുള്ള പ്രോബ്ലംസ് നമ്മൾ വേറെ തരാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. താങ്ക് യു.